Hello dear students, good evening everybody. Welcome back to Franklin's Lectures. ഞാൻ നിങ്ങളുടെ ഫ്രാങ്ക്ലിൻ സർ. സോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് ഈവനിങ്. സുഖല്ലേ എല്ലാവർക്കും? അല്ലേ, റെഡി അല്ലേടാ? യെസ്, എല്ലാവരും എത്തിയോ? അപ്പോൾ നമ്മുടെ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 2-ന്റെ ആദ്യത്തെ പാർട്ടായിരുന്നു ഇന്നലെ. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു, മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് ഒരുപാട് തിയറി പഠിക്കാനുള്ള ഒരു മൊഡ്യൂളാണ്. ഓക്കെ, കുറെ തിയറിയാണ് നമ്മുടെ ഈ മൊഡ്യൂൾ ഫുള്ളും പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ആക്ച്വലി പ്രോബ്ലംസോ ഡെറിവേഷൻസ് ഒന്നും വലുതായിട്ടില്ല. അവസാനം ആവുന്ന സമയത്ത് കുറച്ചുണ്ട്, പക്ഷേ വലിയ രീതിയിലുള്ള പ്രോബ്ലംസോ ഡെറിവേഷൻസോ ഒന്നും ഇല്ലാത്തൊരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 2 എന്ന് പറയുന്നത്. ആൻഡ് ഈസി ടു സ്കോർ മാർക്സ്. കാരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അതേപോലെ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ സ്വന്തം ലാംഗ്വേജ് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. അതില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ എന്താ പറയാ നോട്ട്സും ഞാൻ ആക്ച്വലി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രം പഠിച്ചാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? വേറെ നിങ്ങൾ ഒരു ബുക്കിന്റെയോ വേറെ ഒരു നോട്ടിന്റെയോ ഒരു എന്താ പറയാ സേവനം അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നോട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ ക്ലാസ് എടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ നിങ്ങളും ഈ നോട്ട് അവൈലബിൾ ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് നിങ്ങൾക്ക് ടെലഗ്രാം കമ്മ്യൂണിറ്റി ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക. സോ ഇതുവരെ നമ്മൾ കഴിഞ്ഞ ലൈവിന്റെ എല്ലാ സ്ലൈഡും അതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ എല്ലാ ലൈവിന് ശേഷവും നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സ്ലൈഡ്സ് അപ്ഡേറ്റ് ചെയ്യും. സോ എല്ലാവരും എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ക്ലിയർ? റെഡി അല്ലേടാ? സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? യെസ്, എന്നാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 2 പാർട്ട് 2. ഓക്കെ, സോ നമ്മളിൽ പഠിക്കാനായിട്ടുള്ളത് സർ ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കൂടെ എടുക്കാം. നമുക്ക് നോക്കാം. എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് മുമ്പേ ഞാൻ എന്തായാലും സെറ്റ് ആക്കി തരാൻ ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഓക്കെ, ഡോണ്ട് വറി. ഓക്കെ, സോ മക്കളെ നോക്കിക്കേ, നമ്മൾ ഈ പറയുന്ന പാർട്ട് 2-ല് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് സൈക്രോമെട്രി പ്രോപ്പർട്ടീസ് ആണ്. വാട്ട് ആർ കോൾഡ് സൈക്രോമെട്രി പ്രോപ്പർട്ടീസ്? ദ പ്രോപ്പർട്ടീസ് ഓഫ് മോസ്റ്റ് എയർ ആർ കോൾഡ്, മോസ്റ്റ് അല്ല മോയിസ്റ്റ് ആണ്, ഐ ആണ്. ഓക്കെ ഓക്കെടാ. The properties of moist air are called psychrometric properties and the subject which deals with the behavior of moist air is known as psychrometry. എന്താണ് ഈ മോയിസ്റ്റ് എയർ എന്ന് പറയുന്നത്? മോയിസ്റ്റ് എയർ എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ്? അതായത് എയറും വാട്ടർ വേപ്പറും ചേർന്നുള്ള മിക്സ്ചറിന് നമ്മൾ പറഞ്ഞ പേരാണ് മോയിസ്റ്റ് എയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോ മോയിസ്റ്റ് എയറിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൈക്രോമെട്രിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സൈക്രോമെട്രിക് പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിക്കുന്ന ആ ഒരു ബ്രാഞ്ചിനെ പറയുന്ന പേരാണ് സൈക്രോമെട്രി എന്ന് പറയും. സൈക്രോമെട്രി എന്ന് പറയും. ക്ലിയർ ആണോ? റെഡി അല്ലേടാ? ഓക്കെ, റെഡി അല്ലേ? അപ്പോ എന്താണ്? ദ പ്രോപ്പർട്ടീസ് ഓഫ് മോയിസ്റ്റ് എയർ ആർ കോൾഡ് സൈക്രോമെട്രിക് പ്രോപ്പർട്ടീസ് and the subject which deals with the behavior of moist air is known as psychrometry. Clear? Next week on exam. I know that. Okay, നിങ്ങൾക്ക് ആദ്യത്തെ സ്റ്റേജിൽ നിങ്ങൾക്ക് തരാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും ഞാൻ തരുന്നുണ്ട്. ആക്ച്വലി ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാനെന്ന് പറയുന്നത് ഒരു എടെക് കമ്പനി ഫൗണ്ടറാണ്. കൂടാതെ നമ്മുടെ എടെക് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 1 year ആയി. 1 yearന്റെ റിസർച്ചിന്റെയും എന്താ ഒരു എഫേർട്ടിന്റെയും പുറത്താണ് കഴിഞ്ഞ മാസം തൊട്ട്, അതായത് നിങ്ങളുടെ S1 എക്സാമിന്റെ അവസാനം തൊട്ടാണ് നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങിയത്. ദെൻ ഫസ്റ്റ് ലൈവ് തന്നെ, അതായത് ഫെബ്രുവരി മാസം 2-ാം തീയതിയാണ് നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്തത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ 2-ാം തീയതി തൊട്ട് ഇന്ന് വരെയും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് 4 സബ്ജക്റ്റ് ആണ് ലൈവ് തരുന്നത്. ഏതൊക്കെയാ? ഫിസിക്സും, മെക്കാനിക്സും, ഗ്രാഫിക്സും ആൻഡ് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും. ഈ 4 സബ്ജക്റ്റും പ്യുവർ ആയിട്ട് എല്ലാ ദിവസവും ലൈവ് തരാനുള്ള കാരണം എന്ന് പറഞ്ഞത് ഈ 4 സബ്ജക്റ്റ് നിങ്ങൾ ഒരിക്കലും ഫെയിൽ ആകില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ട്? അത് ഫെയിൽ ആകരുത് എന്നുള്ളത് കൊണ്ട് 100-ന് 100 മാർക്ക്, 100 പ്ലസ് 50, 150 ഔട്ട് ഓഫ് 150 നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ അത്രത്തോളം നമ്മൾ എഫേർട്ട് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. മനസ്സിലാവുന്നുണ്ടോ? സോ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു യൂണിവേഴ്സിറ്റി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്താ പറയാ, പെട്ടെന്ന് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി തരണമെന്ന് നടക്കുന്ന കേസാണോ?
ഒരിക്കലല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ സെക്കൻഡ് സെമിലെ എല്ലാ സബ്ജക്ട്സിന്റെയും ഒരു യൂണിവേഴ്സിറ്റി നടത്തുന്ന പോലെ അല്ലെങ്കിൽ ഒരു കോളേജ് നടത്തുന്ന പോലെ സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലേക്ക് ഞങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഉറപ്പായിട്ടും. അതിൽ യാതൊരു സംശയം വേണ്ട. നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന അറിയാം, എനിക്കറിയാം ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ്. നിങ്ങൾക്ക് ഏത് ഒരു സബ്ജക്ട് പോലും നിങ്ങൾക്ക് വേണ്ട എന്ന് നിങ്ങൾ പറയില്ല എന്നുള്ള കാര്യം എനിക്ക് നല്ല ബോധ്യമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? സോ നിങ്ങൾക്ക് എന്തൊക്കെ വേണോ അതൊക്കെ നമ്മൾ ഗ്രാജുവലി ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് 4 സബ്ജക്ട് ലൈവ് വരുന്നില്ലേ, ഇനി ഗ്രാജുവലി നിങ്ങൾക്ക് എല്ലാം തരാൻ പറ്റിയ കാര്യങ്ങളൊക്കെ തരും. മനസ്സിലാവുന്നുണ്ടോ? അത് ഫസ്റ്റ് ഇയർ മാത്രമല്ല, സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഫൈനൽ ഇയറും. ഇനിയിപ്പം നമ്മൾ സെക്കൻഡ് ഇയറിന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് തരാനുള്ള കാര്യങ്ങളൊക്കെ തരും. ഓക്കെ, അതുകൊണ്ട് ഡോണ്ട് വെറി, നിങ്ങൾ പേടിക്കേ വേണ്ട. അത് നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കണ്ട. അത് ടെൻഷൻ അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾ വെറുതെ എക്സ്പെക്ട് ചെയ്ത് നിൽക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ടെൻഷൻ അടിക്കാണ്ടിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ട സമയത്ത് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ തരുന്നതായിരിക്കും. അതിൽ യാതൊരു സംശയം വേണ്ട. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, സോ ഡോണ്ട് വെറി. ഓക്കെ ബിയ, ശരി. നിങ്ങൾ വിഷമിക്കാണ്ടിരുന്ന് പഠിക്കൂ. ഓക്കെ, ഇപ്പൊ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കൂ. എനിക്കറിയാം നിങ്ങൾ BA മാത്രമല്ല, ഒരുപാട് കുട്ടികൾ നമ്മൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിങ്സ്, റൈറ്റ്? ഓക്കെ, സോ ഡോണ്ട് വെറി, ട്രസ്റ്റ് ഓൺ us, we will be with you. ഓക്കെ, ഡൺ. അപ്പൊ നമുക്ക് സൈക്ലോമെട്രി എന്താണെന്ന് പഠിച്ചു. ഓക്കെ അല്ലടാ ബിയ? ഓക്കെടാ. അപ്പോ സൈക്ലോമെട്രിയിൽ ഇനി ബാക്കി പഠിക്കാനുള്ളത് സ്പെസിഫിക് ഓർ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ഓർ ഹ്യൂമിഡിറ്റി റേഷ്യോ. എന്താണ് സ്പെസിഫിക് അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്? എന്താണ് സ്പെസിഫിക് റേഷ്യോ അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്? എക്സാമിന് ചോദിക്കും. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് മാസ് ഓഫ് the water vapor to the mass of the dry air in a given volume of moisture. Okay, അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു particular volume of moisture തന്നിട്ടുണ്ട്. ഈ മോയ്സ്ചറിന്റെ അതിലുള്ള മാസ് ഓഫ് വാട്ടർ വേപ്പറും മാസ് ഓഫ് ഡ്രൈ എയറിന്റെയും റേഷ്യോ ആണ് എന്തെന്ന് പറയുന്നത് സ്പെസിഫിക് ഓർ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ഓർ ഹ്യൂമിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. എക്സാമിന് ചോദിക്കും. സോ നിങ്ങൾക്കറിയാം മോയ്സ്റ്റ് എയർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ, വാട്ടർ വേപ്പർ ഉള്ള എയർ ആണ് അതല്ലേ. ഡ്രൈ എയർ പ്ലസ് വാട്ടർ വേപ്പർ, ഇത് രണ്ടും കൂടെ കോമ്പിനേഷൻ ആയി വരുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, മോയ്സ്റ്റ് എയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, സ്പെസിഫിക് അല്ലെങ്കിൽ റിലേറ്റ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് രണ്ട് കാര്യങ്ങൾ. ഏതൊക്കെയാ? മാസ് ഓഫ് വാട്ടർ വേപ്പർ ടു ദ മാസ് ഓഫ് ഡ്രൈ എയർ ഇൻ എ ഗിവൺ വോളിയം ഓഫ് മോയ്സ്റ്റ് എയർ. ഓക്കെ അല്ലേ? അടുത്ത ടേം നിങ്ങൾ പഠിക്കാനുള്ളത് എന്താണ്? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഇത് നിങ്ങൾ പഠിച്ചിട്ടേ പോകാവൂ. ഈ ടേംസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ടേംസ് എന്ന് പറയുന്നത് പഠിച്ചിട്ടേ പോകാവൂ. ക്ലിയർ ആണോ മക്കളെ? കാരണം ഈ ടേംസ് എന്ന് പറയുന്ന എക്സാമിൽ കറക്റ്റഡ് പക്കയായിട്ട് തന്നെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. സോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാനുള്ള സാധനം ഇത്രയേ ഉള്ളൂ. അത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി വ്യക്തമാക്കിയാണ് മുമ്പോട്ട് പോകുന്നത്. ആർക്കെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും സ്റ്റക്ക് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിലോ പറയുക, അത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കേടാ? It is the ratio of mass of water vapor in a given volume of moist air at a given temperature to the mass of water vapor contained in the same volume of moist air at the same temperature when the air is saturated. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ എന്താ സംഭവം? It is a ratio of എന്തൊക്കെയാ? mass of water vapor in a given volume of moisture at a given temperature. ഒരു particular temperatureലുള്ള വാട്ടർ വേപ്പറിന്റെ മാസ്, ഓക്കെ, to the mass of water vapor contained in the same volume of moist air at the same temperature when the air is saturated. ഓക്കെ, അപ്പൊ ഈ രണ്ട് കണ്ടീഷനിലുള്ള എന്താ പറയാ, മോയ്സ്റ്റ് എയറിലെ വാട്ടർ വേപ്പറിന്റെ മാസിന്റെ റേഷ്യോ ആണ് എന്ന് പറയുന്നത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മാസ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ എ ഗിവൺ വോളിയം ഓഫ് മോയ്സ്റ്റ് എയർ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. ഓക്കെ, ഇത് എത്രയാണ്? മാസ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ എ ഗിവൺ വോളിയം ഓഫ് മോയ്സ്റ്റ് എയർ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. എന്തുമായിട്ട്? ടു ദ മാസ് ഓഫ് ദ വാട്ടർ വേപ്പർ കണ്ടെയ്ൻഡ് ഇൻ ദ സെയിം വോളിയം. വോളിയം പറയുന്നത് സെയിം ആണ്, ഓഫ് മോയ്സ്റ്റ് എയർ അറ്റ് ദ സെയിം ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ സെയിം ആണ്, പക്ഷേ when the air is saturated. when the air is saturated. ക്ലിയർ ആണോ? അടുത്ത എന്താണ്? ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ചോദിക്കും. എന്താണ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്? ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് എയർ മെഷർഡ് ബൈ ആൻ ഓർഡിനറി തെർമോമീറ്റർ. സാധാരണ ഒരു തെർമോമീറ്റർ, ഇതൊരു തെർമോമീറ്റർ ആണെങ്കിൽ ഈ തെർമോമീറ്റർ കൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു ടെമ്പറേച്ചർ മെഷർ ചെയ്യുവാണെങ്കിൽ ആ മെഷറിനെ നമ്മൾ രേഖപ്പെടുത്തുന്നത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ DBT എന്ന് പറയും. അല്ലെങ്കിൽ എന്താ പറയും മക്കളെ? DBT എന്ന് പറയും. എന്താ പറയും? DBT, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ.
എന്താണ് wet bulb temperature? It is the temperature recorded by a thermometer when its bulb is covered by a wet cloth and is exposed to a current of moving air. The difference between the അടുത്ത് പറയാം. ഓക്കെ, ഇവിടെ എന്താ സംഭവം? എന്താണ് എന്താണ് wet bulb temperature? അതായത് ഇതെന്ന് പറയുന്നത് തെർമോമീറ്റർ അല്ലേ? ഈ തെർമോമീറ്ററിന്റെ അറ്റത്ത് എന്താ ബൾബ് എന്ന് പറയും. ഈ ബൾബിനെ ഒരു വെറ്റ് ക്ലോത്ത് കൊണ്ട് കവർ ചെയ്ത ശേഷം ഒരു മൂവിങ് എയറിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യും? വെച്ച് കൊടുക്കും. അതാണ് പറയുന്നത്. നോക്ക്, when its bulb is covered by a wet cloth and is exposed to a current of moving air. എയർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഈ എയർ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് എന്ത് വെച്ച് കൊടുക്കും? ഈ പറയുന്ന വെറ്റ് ക്ലോത്ത് വെച്ച് ഇങ്ങനെ അടച്ചിട്ടുള്ള ഈ പറയുന്ന തെർമോമീറ്റർ വെച്ച് കൊടുക്കും. ഓക്കെ, ദ ഡിഫറൻസ് അപ്പോ ആ സമയത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ടെമ്പറേച്ചർ ആണ് എന്ന് പറയുന്നത് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. അപ്പൊ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും വെറ്റ് ബൾബ് ടെമ്പറേച്ചർ തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താണ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ? സാധാരണ ഒരു തെർമോമീറ്റർ എടുക്കുന്ന റീഡിംഗ് ആണ് എന്ന് പറയുന്നത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. അതേ തെർമോമീറ്ററിൽ നമ്മൾ ബൾബിന്റെ അവിടെ ഒരു വെറ്റ് ക്ലോത്ത് വെച്ച് മൂടിയ ശേഷം ഒരു കറന്റ് ഓഫ് ഫ്ലോയിങ് എയറിൽ നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ എയറിന്റെ ടെമ്പറേച്ചർ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. എന്താ പറയാ, temperature measurement is called wet bulb temperature. എന്ത് പറയും? wet bulb temperature എന്ന് പറയും. ക്ലിയർ ആണോ? ഇനി the difference between the dry bulb temperature and wet bulb temperature is known as wet bulb depression. മക്കളെ നോക്കേ, ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും അതേപോലെ വെറ്റ് ബൾബ് ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞ പേരെന്താണെന്ന് അറിയാവോ? ദാറ്റ് ഈസ് വി കോൾഡ് ഇറ്റ് ആസ് വെറ്റ് ബൾബ് ഡിപ്രഷൻ എന്ന് പറയും. ആൻഡ് ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഓഫ് എയർ. ക്ലിയർ ആണോ? സോ ഇപ്പൊ തന്നെ പഠിച്ചു പോകണം എന്താണ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, എന്താണ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വി ഡിനോട്ടഡ് ഇറ്റ് ആസ് WBT എന്ന് പറയും, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. ആൻഡ് കൂടാതെ എന്താണ് വെറ്റ് ബൾബ് ഡിപ്രഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആൻഡ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. രണ്ട് ടൈപ്പ് ഓഫ് ടെമ്പറേച്ചർ, ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും വെറ്റ് ബൾബ് ടെമ്പറേച്ചർ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞ പേരാണ് വെറ്റ് ബൾബ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് വെറ്റ് ബൾബ് ഡിപ്രഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഓഫ് എയർ. ക്ലിയർ ആണോ? ക്ലിയർ? If relative humidity is high, relative humidity കൂടുതലാണെങ്കിൽ the rate of evaporation from the wet cloth is low and hence wet bulb depression will be low. Okay, ഇവിടെ നോക്കിക്കേ, ശ്രദ്ധിക്കടാ. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്താണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഭയങ്കര കൂടുതലാണെങ്കിൽ റേറ്റ് ഓഫ് ഇവാപറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? റേറ്റ് ഓഫ് ഇവാപറേഷൻ ഫ്രം ദ വെറ്റ് ക്ലോത്ത് ഈസ് ലോ and hence wet bulb depression will be low. ക്ലിയർ ആണോ? അപ്പോൾ എന്താ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ഹൈ ആയിരിക്കുന്ന സമയത്ത്, കൂടുതലായിരിക്കുന്ന സമയത്ത് റേറ്റ് ഓഫ് ഇവാപറേഷൻ ഫ്രം ദ വെറ്റ് ക്ലോത്ത് ഈസ് ലോ. റേറ്റ് ഓഫ് ഇവാപറേഷൻ ഫ്രം വെറ്റ് ക്ലോത്ത് എന്ന് പറയുന്നത് ലോ ആണെങ്കിൽ അവിടെ വെറ്റ് ബൾബ് ഡിപ്രഷൻ എന്ന് പറയുന്നതും എന്ത് തന്നെയായിരിക്കും? ലോ ആയിരിക്കും. ക്ലിയർ ആണോ? ഇനി എയർ എന്ന് പറയുന്നത് ഡ്രൈ സാച്ചുറേറ്റഡ് ആണെങ്കിൽ, അതായത് when air is dry saturated, DBT എന്താ? ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആൻഡ് WBT വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ആർ ദ സെയിം. പഠിച്ചോളുക. എപ്പോഴാണ് DBTയും WBTയും സെയിം ആകുന്നത്? when the air is dry saturated. മനസ്സിലാകുന്നുണ്ടോടാ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? റെഡി? ഓക്കെ. ഇനി എന്താണ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ? എക്സാമിന് ചോദിക്കും എന്താണ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ. വാട്ട് ഈസ് കോൾഡ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ? ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ കണ്ടൻസേഷൻ ഓഫ് മോയ്സ്ചർ ബിഗിൻസ് when the air is cooled at constant pressure. The difference between dry bulb temperature and dew point temperature is known as dew point depression. ഈ ഒരു ടേം നിങ്ങൾ പഠിക്കാം. എന്താണ് മക്കളെ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എന്ന് പറയുക? It is the temperature at which the condensation of moisture begins when the air is cooled at constant pressure.
കോൺസ്റ്റന്റ് പ്രഷറിൽ എയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കണ്ടൻസ് ചെയ്യുന്നു. എയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ എയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കൂൾ ചെയ്യുന്നു. എയറിനെ കൂൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മോയ്സ്ചറിന്റെ കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യും. കണ്ടൻസേഷൻ ഓഫ് മോയ്സ്ചർ വിൽ ബിഗിൻ. ആ സമയത്ത് ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞ പേരാണ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എന്ന് പറയുക. ഓക്കെ, ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ. അപ്പൊ എന്താണ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ? It is a temperature at which the condensation of moisture begins. Condensation of moisture start ചെയ്യുന്ന സമയത്ത്, begin ചെയ്യുന്ന സമയത്തുള്ള temperature. When the air is cooled at constant pressure. The difference between dry bulb temperature and dew point temperature is known as dew point depression. Okay അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? സോ ഈ ഒരു ടേംസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോർ എക്സാമ്പിൾ സ്പെസിഫിക് ഓർ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ഓർ ഹ്യൂമിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി റേഷ്യോ അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ്. കൂടാതെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആയ ടേം ആണ്. പിന്നെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, ദെൻ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ, ദെൻ എന്താ ഇവിടെ വെറ്റ് ബൾബ് ഡിപ്രഷൻ ആൻഡ് അതേപോലെ തന്നെ ഡ്യൂ പോയിന്റ് ഡിപ്രഷൻ. അതും നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക, പഠിച്ചിട്ട് പോവുക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പ്ലീസ് കമന്റ് ചെയ്യുക. ക്ലിയർ ആണോ? എനി ഡൗട്ട്? റെഡി? ഓക്കെ. അടുത്തത് പറയുന്നത് കൂളിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. എന്താണ് കൂളിംഗ് എന്ന് പറയുക? കൂളിംഗ് എന്താണ്? കൂളിംഗ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നിങ്ങൾക്ക് അറിയാം, തണുപ്പിക്കുക എന്ന് പറയുന്നതല്ലേ കൂളിംഗ് എന്ന് പറയുമ്പോൾ. നമുക്ക് എന്താ നമ്മുടെ മൈൻഡിൽ എന്താ? തണുക്കുക അല്ലെങ്കിൽ തണുപ്പിക്കുക എന്ന് പറയുന്നതല്ലേ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയില്ലേ എ സിയുടെ കൂളിംഗ് പോരാ. അതെന്താ? നമ്മൾ പോയിരിക്കുന്ന സമയത്ത്, നമ്മളിപ്പോ ഒരു ഹോട്ടലിൽ പോയിരിക്കുന്നു വെച്ചോ, അപ്പൊ എന്താ നമുക്ക് അത്രത്തോളം തണുപ്പ് അനുഭവപ്പെടുന്നില്ല. നമ്മൾ എന്താ പറയാ? എ സിയുടെ കൂളിംഗ് പോരാ അല്ലെ, എ സിയുടെ കൂളിംഗ് പോരാ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഈ കൂളിംഗ് എന്ന് നോക്കിയാലോ? ടെമ്പറേച്ചർ കൺട്രോൾ ഈസ് എ മേജർ പ്രോസസ് ഇൻ എയർ കണ്ടീഷനിങ് സിസ്റ്റം. നമ്മൾ ഓൾറെഡി ഇന്നലെ പറഞ്ഞ കേസാണ്. എയർ കണ്ടീഷനിങ് സിസ്റ്റം ഒക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ എന്താണ് എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്നൊക്കെ പഠിച്ചു, അവിടുത്തെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ അവിടെ എന്തിനാണ് നമ്മൾ എയർ കണ്ടീഷനിങ് ചെയ്യുന്നത്? നമ്മൾ എയർ കണ്ടീഷനിങ് ചെയ്യുന്നതിന്റെ ആവശ്യകത എന്താണ്? ടെമ്പറേച്ചർ കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടാണ് അല്ലെ. സറൗണ്ടിങ്സിനെ കാട്ടിലും നമ്മൾ ഇരിക്കുന്ന സ്പേസിൽ ടെമ്പറേച്ചർ കുറച്ച് കുറഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ചൂട് അനുഭവപ്പെടാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മുടെ കംഫർട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? എയർ കണ്ടീഷനിങ് യൂസ് ചെയ്യുന്നത് അല്ലെ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൺട്രോളിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലടാ? ശരി. അപ്പോൾ temperature control is a major process in air conditioning system. It is intended to regulate the dry bulb temperature by various psychrometric processes. This is attained by simple heating or cooling, which may be associated with humidification process. Clear? Alle, ready allada? Cooling of air എന്ന് വെച്ചാൽ എന്താ? It means lowering its dry bulb temperature. Simply അതല്ലേ. ഇപ്പൊ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ മെയിൻലി എന്താ? സാധാരണഗതിയിൽ നമ്മുടെ റൂമിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സാധാരണ തെർമോമീറ്റർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ഇപ്പൊ ഞാൻ മെഷർ ചെയ്യുന്ന സമയത്ത് എന്റെ റൂമിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം ഒരു എന്താ 30 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കുക. എന്റെ ടെമ്പറേച്ചർ എത്ര? 30 ഡിഗ്രി സെൽഷ്യസ്. ക്ലിയർ ആണോ? അപ്പോ ഞാൻ ഈ ടെമ്പറേച്ചറിനെ കുറയ്ക്കുക എന്ന് പറയുന്ന സമയത്ത് ഒരു എന്താ പറയാ ഒരു 20 ഓ 25 ഈ റൂമിലെ ടെമ്പറേച്ചർ 20 25 ആക്കുന്ന സമയത്ത് എന്താ? ദാറ്റ് മീൻസ് കൂളിംഗ് ഓഫ് എയർ മീൻസ് എന്താ? ലോവറിംഗ് ഇറ്റ്സ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ അല്ലെ. അപ്പൊ എന്താ സംഭവിക്കുക? ഈ റൂമിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വീണ്ടും കുറയുന്നു. ആ സമയത്ത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? കുറയുന്നു. ക്ലിയർ ആണോ? അപ്പൊ ദാറ്റ് ഈസ് കൂളിംഗ്. കൂളിംഗ് ഓഫ് എയർ മീൻസ് ലോവറിംഗ് ഇറ്റ്സ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. It can be attained by passing the air over evaporator coils of a refrigerating system. ഇന്നലെ പറഞ്ഞ കേസാണ് റെഫ്രിജറേറ്റിംഗ് സിസ്റ്റം. നമ്മളെ വേപ്പർ കംപ്രഷൻ സിസ്റ്റം ഒക്കെ നമ്മൾ പഠിച്ച സമയത്ത് ഇന്നലെ നിങ്ങൾക്ക് പറഞ്ഞ കേസാണ്. ക്ലിയർ അല്ലേടാ? ഓക്കെ. In a small room, air conditioner, the intake air is forced to flow over the evaporator coil directly. അല്ലെ, നമ്മൾ ഇന്നലെ പഠിച്ചു. ഒരു എയർ കണ്ടീഷണർ എടുക്കുന്ന സമയത്ത്, ഒരു റൂം എയർ കണ്ടീഷണർ എടുക്കുന്ന സമയത്ത്, സാധാരണ നമ്മൾ റൂമിൽ വെക്കുന്ന AC അല്ലെ, AC എടുക്കുന്ന സമയത്ത് ഇൻടേക്ക് എയർ ഈസ് ഫോഴ്സ്ഡ് ടു ഫ്ലോ ഓവർ ദ ഇവാപ്പറേറ്റർ കോയിൽ ഡയറക്ട്ലി. ഇൻടേക്ക് എയർ എന്ന് പറയുന്നത് എന്താ? വലിച്ചെടുക്കുന്ന എയർ. ഓക്കെ. In such a case, the relative humidity aspect is neglected or is of such order that it gets adjusted by itself. ഇവിടെ നമ്മൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ത് ചെയ്യുന്നു? നെഗ്ലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യുന്നു? അഡ്ജസ്റ്റ് ചെയ്യുന്നു. ക്ലിയർ ആണോ? In most cases, an indirect evaporator system is used for cooling the air. സാധാരണഗതിയിൽ മോസ്റ്റ് ഓഫ് ദ കേസസ് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇവാപ്പറേറ്റർ സിസ്റ്റം എന്ത് ചെയ്യുന്നു? യൂസ് ചെയ്യുന്നു ഫോർ കൂളിംഗ്. ക്ലിയർ ആണോ? ഇൻ സച്ച് കേസസ് chilled water
or chilled brain solution is used to cool the air. അങ്ങനത്തെ കേസിൽ ഒരു ചിൽഡ് വാട്ടറോ അല്ലെങ്കിൽ ചിൽഡ് ആയിട്ടുള്ള ബ്രെയിൻ സൊല്യൂഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എയറിനെ കൂൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. എയറിനെ കൂൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇന്നലത്തെ ക്ലാസ് കണ്ട, അതായത് പാർട്ട് 1 കണ്ട കുട്ടികൾക്ക് അത് മനസ്സിലായി കാണും ബ്രെയിൻ സൊല്യൂഷൻ എന്താണെന്നും അവിടെ ഇവാപ്പറേറ്റഡ് കോയിലിൽ നമ്മൾ എങ്ങനെയാണ് ബ്രെയിൻ സൊല്യൂഷൻ യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇന്നലെ ക്ലാസ് കണ്ട കുട്ടികൾക്ക് മനസ്സിലായി കാണും. കാണാത്ത കുട്ടികൾ എന്ത് ചെയ്യുക, ആ ക്ലാസ് കണ്ടിട്ട് വരിക. ക്ലിയർ ആണോ? അപ്പോൾ രണ്ട് രീതിയിൽ ചെയ്യാം മക്കളെ. ഇവിടെ എന്താണ്, ഒരു സാധാരണ എയർ കണ്ടീഷണർ ആണെങ്കിൽ ഇൻടേക്ക് എയർ എന്ന് പറയുന്നത് ഡയറക്ട്ലി നമുക്ക് ഫോഴ്സ് ചെയ്യാം. എങ്ങോട്ട് ഫോഴ്സ് ചെയ്യാൻ പറ്റും? ഇവാപ്പറേറ്റർ കോയിൽസിലോട്ട് ഫോഴ്സ് ചെയ്ത് അടുപ്പിക്കാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? അപ്പോൾ ഇൻ സച്ച് കേസ് ദ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, നെഗ്ലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, ദാറ്റ് ഇറ്റ് ഗെറ്റ്സ് അഡ്ജസ്റ്റഡ് ബൈ ഇറ്റ് സെൽഫ്. ഇല്ലെങ്കിൽ ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ് ആൻ ഇൻഡയറക്റ്റ് ഇവാപ്പറേറ്റർ സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ കൂളിംഗ്. ഓക്കെ, അവിടെ എന്താ ചെയ്യുന്നത്, ഇൻ സച്ച് കേസസ് ചിൽഡ് വാട്ടർ അല്ലെങ്കിൽ ചിൽഡ് ആയിട്ടുള്ള ബ്രെയിൻ സൊല്യൂഷൻ എന്ത് ചെയ്യുന്നു, എയറിനെ കൂൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. The chilled water after absorbing heat from the air rejects heat to the refrigerant in the evaporator. നമ്മൾ ഇന്നലെ പഠിച്ച അതേ കേസ് തന്നെയാണ്. എന്ത് ചെയ്യുന്നുടാ, the chilled water after absorbing heat, അതായത് ഈ ചിൽഡ് വാട്ടർ എന്ത് ചെയ്യുന്നു, ഹീറ്റ് എന്ന് പറയുന്നത് ഹോട്ട് ബോഡിയിൽ നിന്നും കോൾഡ് ബോഡിയിലോട്ട് പോവുക. അപ്പം ചിൽഡ് വാട്ടർ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ കുറവായിരിക്കില്ലേ, അപ്പോൾ ഈ ഇവാപ്പറേറ്റർ കോയിലിൽ കൂടെ പോകുന്ന സമയത്ത് ടെമ്പറേച്ചർ കൂടുതലായിരിക്കില്ലേ, ആ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന കോൾഡ് വാട്ടർ ചിൽഡ് വാട്ടറിലോട്ട് പോകും. ഓക്കെ, അതാണ് പറയുന്നത് ചിൽഡ് വാട്ടർ എന്ത് ചെയ്യുന്നു, അബ്സോർബിങ് ഹീറ്റ് എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു. എവിടെ നിന്നും, എയറിൽ നിന്നും ഹീറ്റ് എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, rejects heat to the refrigerant in the evaporator. ഇവാപ്പറേറ്ററിലുള്ള റെഫ്രിജറന്റിലോട്ട് എന്ത് ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നു. ക്ലിയർ ആണോ? അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ദ ചിൽഡ് വാട്ടർ ആഫ്റ്റർ അബ്സോർബിങ് ഹീറ്റ്, ചിൽഡ് വാട്ടർ എന്ത് ചെയ്യുന്നു, ഹീറ്റ് അബ്സോർബ് ചെയ്ത ശേഷം എന്ത് ചെയ്യുന്നു, rejects heat to the refrigerant. അപ്പൊ എയറിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നത്. എയറിൽ നിന്നുമാണ് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നത്. ഇതിനെ എങ്ങോട്ട് അയക്കും, ഇതിനെ റെഫ്രിജറന്റിലോട്ട് അയക്കും. എങ്ങോട്ടയക്കും, റെഫ്രിജറന്റിലോട്ട് അയക്കും. ഈ റെഫ്രിജറന്റ് എവിടെയായിരിക്കുക, ഈ റെഫ്രിജറന്റ് എന്ന് പറയുന്നത് ഇരിക്കുന്നത് എവിടെയാ, ഇവാപ്പറേറ്ററിലാണ്. ക്ലിയർ ആണോ? അത്രേ ഉള്ളൂ. അപ്പൊ ചിൽഡ് വാട്ടർ ആഫ്റ്റർ അബ്സോർബിങ് ഹീറ്റ് ഫ്രം ദ എയർ റിജക്ട്സ് ഹീറ്റ് ടു ദ റെഫ്രിജറന്റ് ഇൻ ദ ഇവാപ്പറേറ്റർ. ക്ലിയർ ആണോ? റെഡി അല്ലേ? റെഡിയാണോ? ഓക്കെ, ശരി. ഓക്കെ, ഇവിടെ നോക്കൂ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. വാട്ട് ഇസ് കോൾഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ നോക്കാം. എന്താണ് ഡീഹ്യൂമിഡിഫിക്കേഷൻ? ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്നതും എന്തിനാണ്, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റെഡ്യൂസിങ് വാട്ടർ വേപ്പർ കണ്ടന്റ് ഓഫ് എയർ. അല്ലെ, നമ്മുടെ എയറിലുള്ള ഈ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്, ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ എയറിലുള്ള വാട്ടർ വേപ്പർ കണ്ടന്റ്. അപ്പൊ ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് എന്താ സംഭവിക്കുക, അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ എയറിലുള്ള വാട്ടർ വേപ്പർ കണ്ടന്റിനെ റിമൂവ് ചെയ്യുന്നു, കളയുന്നു. ദാറ്റ് മീൻസ് എയറിന് എന്താ പറയാ, എയറിൽ വാട്ടർ വേപ്പർ കണ്ടന്റ് ഓൾറെഡി ഉണ്ടായിരിക്കും. ഓക്കെ, ആ ഒരു മെഷറിംഗ് ആണ് നമ്മൾ എന്താ പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു അളവാണ് നമ്മൾ ഹ്യൂമിഡിറ്റി എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോ ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റെഡ്യൂസിങ് വാട്ടർ വേപ്പർ കണ്ടന്റ് ഓഫ് എയർ. എയറിലെ വാട്ടർ വേപ്പർ കണ്ടന്റ് എന്ത് ചെയ്യുന്നു, നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നു, കുറയ്ക്കുന്നു, അല്ലെങ്കിൽ പൂർണ്ണമായി ഇല്ലാതാക്കുന്നു. അപ്പൊ ആ പ്രോസസ് ആണ് എന്തെന്ന് പറയുന്നത്, ഡീഹ്യൂമിഡിഫിക്കേഷൻ. ക്ലിയർ ആണോ? It can be accomplished by the use of an air washer or by the use of absorbents. ഇനി ഈ പറയുന്ന ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്നത് എങ്ങനെ സംഭവിക്കും, അതാണ് നമുക്ക്. ഇറ്റ് ക്യാൻ ബി അക്കംപ്ലിഷ്ഡ് ബൈ ദ യൂസ് ഓഫ് ആൻ, ഒന്നിൽ എയർ വാഷർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അബ്സോർബൻസ് യൂസ് ചെയ്യുക. എയർ വാഷർ കാരണമോ അല്ലെങ്കിൽ അബ്സോർബൻസ് കാരണമോ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് ഈ പറയുന്ന ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. In the absorption method, air is passed through a chemical എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഡ്രൈയിങ് ഏജന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അബ്സോർപ്ഷൻ മെത്തേഡ് ആണെങ്കിൽ എന്താ സംഭവിക്കുക, എയർ എന്ന് പറയുന്നത് ഒരു കെമിക്കലിൽ കൂടെ പാസ് ചെയ്യുക. ആ കെമിക്കൽ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഡ്രൈയിങ് ഏജന്റ് ആയിരിക്കും. The moisture air in the air enters into chemical combination with the drying agent. The chemicals like H2SO4, that is sulfuric acid, and NH3, that is ammonia, are normally used as drying agents. ഞാൻ ഓൾറെഡി പറഞ്ഞു.
അപ്പൊ ഇവിടുത്തെ കേസിൽ എന്താ സംഭവിക്കുക? ഈ പറയുന്ന മോയ്സ്ചറിന്റെ ഈ പറയുന്ന എയറിലെ മോയ്സ്ചറിനെ റിമൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ ദ മോയ്സ്ചർ ഇൻ ദ എയർ എന്ന് പറയുന്നത് എങ്ങോട്ട് പോകും? ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ദ കെമിക്കൽ കോമ്പിനേഷൻ വിത്ത് ദ ഡ്രൈയിങ് ഏജന്റ്. ആ ഒരു കെമിക്കൽ കോമ്പിനേഷനിൽ കയറി പോകും. ഓക്കെ, the chemicals like H2SO4 and NH3 are normally used as drying agent. Clear ആണോ? നോർമലി നമ്മൾ എസിയിൽ ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന എന്താ പറയാ ഡ്രൈയിങ് ഏജന്റ്സ് ഏതൊക്കെയാണ്? നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് ആൻഡ് അമോണിയ. ക്ലിയർ ആണോ? അർഷാദ് സാർ മീശ എവിടെ? ചുമ്മാ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഷേവ് ചെയ്തതാടാ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാറുണ്ട്. അത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്നെ ഇങ്ങനെ താടിയിലും മീശയിലും കാണുന്നതുകൊണ്ടാ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മീശ എടുക്കാറുണ്ട്. ഓക്കെ, എവിടെ വെച്ച് കണ്ടാലും തിരിച്ചറിയണ്ടേടാ. ഈ മീശ ഇല്ലാത്ത എന്നെ നിങ്ങൾ എവിടെ വെച്ച് കണ്ട തിരിച്ചറിയാതെ പോയാലോ? അതുകൊണ്ടാ. മീശ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ സുന്ദരനില്ലേടാ. അർഷാദ്. ഓക്കെ, ശരിയടാ. നോക്ക്, ബാക്കി പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് എന്തിനു യൂസ് ചെയ്യുന്നു, എങ്ങനെ യൂസ് ചെയ്യുന്നു, ആരൊക്കെയാണ് അവിടെ എന്താ പറയാ ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സിൽ പങ്കെടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. വ്യക്തമായി തന്നെ പഠിക്കുക. ഈ പറയുന്ന തിയറിയാണ്, കുറെ പഠിക്കാനുണ്ട്, കുറെ സെന്റൻസ് ഉണ്ടെന്ന് വിചാരിക്കരുത്. ഞാൻ എന്തുകൊണ്ട് ഈ നോട്ട്സ് ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളതിന് ഓരോ സെന്റൻസ് എടുത്ത് വെച്ച് പറഞ്ഞു തരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ അതൊരു ഫിലിം പോലെ അല്ലെങ്കിൽ മൂവി പോലെ പതിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? കാരണം നിങ്ങൾക്ക് ഓൺ സെന്റൻസ് നിങ്ങൾക്ക് എക്സാം എഴുതിക്കോളൂ, പ്രശ്നമേ ഇല്ല. അങ്ങനെ എഴുതാൻ പറ്റിയില്ലെങ്കിൽ ഈ ഒരു നോട്ട് നിങ്ങൾ പഠിച്ച് എഴുതിക്കോളൂ. ഓക്കെ, റെഡി? ഓക്കെ, തിയറി അല്ലടാ, തിയറി നമുക്ക് ഇങ്ങനെയൊക്കെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടാ? ഓക്കെ, ശരിടാ മോനെ. ഇനി dehumidification can also be achieved by using absorbents. ഓക്കെ, അപ്പോ നമ്മളിവിടെ രണ്ട് രീതിയിൽ ചെയ്യാന്ന് പറഞ്ഞു. എന്താണ്? എയർ വാഷർ മെത്തേഡും അബ്സോർബൻസ് യൂസ് ചെയ്ത് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് നടത്താമെന്ന് പറഞ്ഞു. ഇനി ഈ പറയുന്ന അബ്സോർബൻസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് നടത്താം. ഓൾറെഡി പറഞ്ഞല്ലോ, ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് can also be achieved by using absorbents. These are materials having capacity to absorb moisture. ഈ അബ്സോർബൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? തെറ്റിദ്ധരിക്കരുത്. എന്താണ് ഈ അബ്സോർബൻസ് എന്ന് പറയുന്നത്? അതായത് അവർക്കൊരു പ്രത്യേക കഴിവുണ്ട്. എന്താ പ്രത്യേക കഴിവ്? They are the materials having capacity to absorb moisture. അല്ലെ, മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിനുള്ള കപ്പാസിറ്റി ഉള്ള, അല്ലെങ്കിൽ എന്താ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള മെറ്റീരിയൽസ് നമ്മൾ പറഞ്ഞ പേരാണ് അബ്സോർബൻസ് എന്ന് പറയും. ക്ലിയർ ആണോ? Common absorbs in use are activated alumina, calcium chloride and silica gel. Okay, സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അബ്സോർബൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാടാ? ആക്ടിവേറ്റഡ് അലുമിന, കാൽഷ്യം ക്ലോറൈഡ് ആൻഡ് സിലിക്ക ജെൽ. സിലിക്ക ജെൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ചെറിയ ചെറിയ ഗ്രാനുൾസ് ആയിട്ട് നിങ്ങൾ ഒരു പുതിയ ബാഗോ അല്ലെങ്കിൽ പുതിയ ക്യാമറയോ അല്ലെങ്കിൽ പുതിയതായിട്ട് നിങ്ങൾ മൊബൈൽ ഫോണിന്റെ അവിടെ ഉണ്ടാവും തോന്നുന്നില്ല, മൊബൈൽ ഫോണിലില്ല, ഏതെങ്കിലും ഈ ലാപ്ടോപ്പ് ബാഗിന്റെ അകത്തൊക്കെ സാധനം കിടക്കാറുണ്ട്. ചെറിയ ചെറിയ വൈറ്റ് കളർ ഗ്രാനുൾസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ സിലിക്ക ജെല്ല. അതെടുത്ത് വിഴുങ്ങി കളയരുത്, മരിച്ചു പോകും, ആൾ വടിയായി പോകും. കാരണം അതെന്ന് പറയുന്നത് മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യും. മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്ത് നിങ്ങളുടെ ബോഡിയിലുള്ള ഈർപ്പൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെള്ളത്തിന്റെ അംശം അല്ലെങ്കിൽ ജലത്തിന്റെ അംശം അല്ലെങ്കിൽ വാട്ടറിന്റെ പ്രസൻസ് എന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? തട്ടിപ്പോവും. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? സിലിക്ക ജെല്ല ആരെടുത്ത് വിഴുങ്ങി കളയരുത്. ഓക്കെ, പറഞ്ഞിരുന്ന ആ ചെറിയ മുത്തു പോലത്തെ ആ ഗ്രാനുൾസ് എന്ന് പറയുന്നത് സിലിക്ക ജെല്ലാണ്. ഓക്കെ, ഓക്കെ, ശരിടാ. അപ്പോ അതാണ് കാര്യം. Then normally this method of dehumidification is used in small air conditioners. അതായത് അബ്സോർബൻസ് വെച്ചുള്ള എന്താ ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? യെസ്, സ്മോൾ എയർ കണ്ടീഷണേഴ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ? ഓക്കെ,
റെഡിയാണോ? റെഡി? ഓക്കെ, റെഡി അല്ലേടാ? ഓക്കെ, സോ നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് ഒരു യൂണിറ്റ് എയർ കണ്ടീഷണറിനെ കുറിച്ചാണ്. എന്താണ്? യൂണിറ്റ് എയർ കണ്ടീഷണറിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് യൂണിറ്റ് എയർ കണ്ടീഷണർ? എന്താണ് യൂണിറ്റ് എയർ കണ്ടീഷണർ? എന്താണ് യൂണിറ്റ് എയർ കണ്ടീഷണർ? അതിന്റെ സ്കീമാറ്റിക് ഡയഗ്രമാണ് ഞാൻ ഇവിടെ തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ തന്നെ വിൻഡോ എയർ കണ്ടീഷണർ എന്ന് പറയും. എ വിൻഡോ എയർ കണ്ടീഷണർ വിച്ച് ഈസ് എ യൂണിറ്റ് എയർ കണ്ടീഷണർ കൺസിസ്റ്റ് ഓഫ് എ കേസ് ഡിവൈഡ് ഇൻടു 2 പാർട്സ്. അല്ലെ, ഏതൊക്കെയാ? ഔട്ട്ഡോർ ആൻഡ് ഇൻഡോർ പാർട്സ്. നോർമൽ കേസിൽ നിങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന എ സി ഇല്ലേ, ഇപ്പൊ ഇവിടെ സ്റ്റുഡിയോ റൂമിന്റെ അകത്തുള്ള എ സി, അതേപോലെ നിങ്ങളുടെ വീടുകളിൽ യൂസ് ചെയ്യുന്ന എ സി, ഇതൊക്കെ എന്താണ്? ദാറ്റ് ഈസ് എ വിൻഡോ എയർ കണ്ടീഷണർ വിച്ച് ഈസ് എ യൂണിറ്റ് എയർ കണ്ടീഷണർ. ഓക്കെ, അതെന്താണ് യൂണിറ്റ്? ഒരു എന്താ പറയാ, ഈ പറയുന്ന എയർ കണ്ടീഷണർ 2 പാർട്സ് ആണുള്ളത്. ഏതൊക്കെയാ 2 പാർട്സ് എന്ന് പറയുന്നത്? ഔട്ട്ഡോർ യൂണിറ്റും ഇൻഡോർ യൂണിറ്റും, അല്ലെങ്കിൽ ഔട്ട്ഡോർ പാർട്ടും ഇൻഡോർ പാർട്ടും നമുക്ക് പറയാം. ഓക്കെ, the outdoor part consists of compressor, condenser and a fan. അപ്പൊ എ സി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് നോക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിൽ ലാബൊക്കെ അല്ലേ, കമ്പ്യൂട്ടർ സയൻസ് ലാബൊക്കെ അല്ലേ, CS ലാബ്. അപ്പൊ ഈ CS ലാബൊക്കെ എന്തായാലും എ സി ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഒക്കെ ബാക്കിൽ നമുക്ക് കാണാൻ പറ്റും. കോളേജിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കറങ്ങിയൊക്കെ നടക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി അല്ലെ. അപ്പൊ എ സിയുടെ ഔട്ട്ഡോർ യൂണിറ്റ് ശ്രദ്ധിക്കുക, ഔട്ട്ഡോർ യൂണിറ്റും ഇൻഡോർ യൂണിറ്റും ശ്രദ്ധിക്കുക. വീട്ടിൽ എ സി ഉള്ളവർ ഇപ്പല്ല, ക്ലാസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? പോയി നോക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വീടിന്റെ റൂമിന്റെ അകത്തൊരു യൂണിറ്റ് കാണാൻ പറ്റും, അതേപോലെ റൂമിന്റെ പുറത്ത് ഒരു യൂണിറ്റ് കാണാൻ പറ്റും. ദാറ്റ് ഈസ് ഔട്ട്ഡോർ യൂണിറ്റ് അല്ലെങ്കിൽ ഔട്ട്ഡോർ പാർട്ട് എന്ന് പറയും. നിങ്ങളെ റൂമിന്റെ അകത്തുള്ളത് ഇൻഡോർ പാർട്ട് എന്ന് പറയും. ഓക്കെ, അപ്പൊ എ സിയിൽ മെയിൻ ആയിട്ട് ഏതൊക്കെ പാർട്സ് ആണ് ഉള്ളത് എന്നുള്ള കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞു തന്നു. അപ്പോ ഔട്ട്ഡോർ പാർട്ടിലാണെങ്കിൽ ഏതൊക്കെ പാർട്ടാ ഉണ്ടാവുക? ഔട്ട്ഡോർ പാർട്ടിലാണെങ്കിൽ മക്കളെ, ഔട്ട്ഡോർ പാർട്ടിലാണെങ്കിൽ കംപ്രസർ ഉണ്ടാകും, കണ്ടൻസർ ഉണ്ടാകും, കൂടാതെ ഒരു ഫാനും ഉണ്ടാകും. ഇനി ദ ഇൻഡോർ പാർട്ട് കൺസിസ്റ്റ് ഓഫ്, ഇൻഡോർ പാർട്ടിൽ ആയിരിക്കും ഉണ്ടാവുക? ഇൻഡോർ പാർട്ട് ആണെങ്കിൽ ഇവാപ്പറേറ്റർ ഉണ്ടാവും, ഒരു ഫാൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ടുള്ള കംപ്രസറും കണ്ടൻസറും ഫാനും ആണ് ഔട്ട്ഡോർ യൂണിറ്റിലുള്ളത്. ഇവാപ്പറേറ്ററും ഫാനും ആണ് എന്ത്? ഇൻഡോറിലുള്ളത്. ഓക്കെയാണ്, ഇൻഡോറിലുള്ളത് ഏതൊക്കെയാ? ഇവാപ്പറേറ്ററും ഫാനും. ഓക്കെ, ഇനി capillary tube is provided in between the condenser and evaporator. The outdoor portion remains outside the window. Dampers are provided at the front of indoor portion for changing the direction of airflow. അതായത് ഇതാണ് അതിന്റെ സ്കീമാറ്റിക് ഡയഗ്രാം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതെന്ന് പറയുന്നത് ഔട്ട്ഡോർ പാർട്ടാണ്. ഇതെന്ന് ഒരു മതിൽ എന്ന് വിചാരിക്കുക. ഇതാണ് എന്ത്? നമ്മുടെ വാൾ, മതിൽ എന്ന് വിചാരിക്കാം. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഇൻഡോർ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഔട്ട്ഡോർ പാർട്ട് ആകുന്ന സമയത്ത് അവിടെയാണ് എന്തൊക്കെ ഉള്ളത്? കംപ്രസറും കണ്ടൻസറും ഉള്ളത്. മനസ്സിലാവുന്നുണ്ടോ? സോ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളെ കണ്ടിട്ടേ മനസ്സിലാകും. ഓക്കെ, അതായത് ഈ ഔട്ട്ഡോർ പാർട്ടിൽ നിന്ന് പുറത്തു വരുന്ന കാറ്റെന്ന് പറയുന്നത് ഭയങ്കര ചൂടായിരിക്കും. ഇൻഡോർ പാർട്ടിൽ നിന്നും അകത്തോട്ട് വരുന്ന കാറ്റ് എന്ന് പറയുന്നത് നല്ല തണുപ്പായിരിക്കും അല്ലെ. നമ്മുടെ എ സി എന്ന് പറയുമ്പോൾ എ സിയുടെ കാറ്റ് എന്ന് പറയുമ്പോൾ എന്താ? നല്ല തണുപ്പല്ലേ. പക്ഷേ ഇതിന്റെ ഔട്ട്ഡോർ യൂണിറ്റിലുള്ള കാറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് കൊണ്ടിട്ടുണ്ടോ? നല്ല ചൂടാ. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. കണ്ടോ, നമ്മുടെ ഔട്ട്ഡോർ പാർട്ടിൽ കണ്ടൻസർ കംപ്രസർ ആണുള്ളത്. അവിടെ ഒരു ഫാനും ഉണ്ടാകും. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? എയർ എന്ത് ചെയ്യുന്നു? പുറത്തോട്ട് പോകുന്നു, അറ്റ്മോസ്ഫിയറിലോട്ട് പോകുന്നു. ആ എയർ എന്ന് പറയുന്നത് ഹോട്ടാണ്. മനസ്സിലായോ? അപ്പൊ ആ എയർ ടെമ്പറേച്ചർ എന്ന് പറയാൻ വളരെ കൂടുതലാണ്. അപ്പൊ ഇൻഡോർ പാർട്ട് എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുക? അവിടെ ഒരു ഇവാപ്പറേറ്ററും ഒരു ഫാനും ആണ് ഉള്ളത്. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മുടെ റൂമിന്റെ അകത്ത് കോൾഡ് എയർ തരും. ഈ ഡാമ്പേഴ്സ് എന്ന് പറഞ്ഞ വേറെ സാധനം ഒന്നുമില്ല. അതായത് എയറിന്റെ ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത്? ഡാമ്പേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ എ സിയിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും, ഡാമ്പേഴ്സിന്. ഓക്കേടാ, അപ്പോ നമ്മുടെ വീട്ടിലുള്ള എ സി വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിട്ട് പോകണം. യൂണിറ്റ് എയർ കണ്ടീഷണർ അല്ലെങ്കിൽ എന്താ പറയാ വിൻഡോ എയർ കണ്ടീഷണർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ ഒരു സംഭവം
മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ വിൻഡോ എയർ കണ്ടീഷൻ അല്ലെങ്കിൽ യൂണിറ്റ് എയർ കണ്ടീഷൻ പറയുമ്പോഴത്തേക്കും രണ്ട് പാർട്ട് ഉണ്ട്, ഇൻഡോർ പാർട്ട് ഉണ്ട്, ഔട്ട്ഡോർ പാർട്ട് ഉണ്ട്. അപ്പൊ ഔട്ട്ഡോർ പാർട്ടിലാവുന്ന സമയത്ത് അവിടെ കണ്ടൻസറും കംപ്രസറും കൂടാതെ ഫാനും ഉണ്ടാകും. അവിടെ നിന്ന് പുറത്തു വരുന്ന എയർ എന്ന് പറയുന്ന ടെമ്പറേച്ചർ ഭയങ്കര കൂടുതലായിരിക്കും, ഹോട്ട് എയർ ആയിരിക്കും. ഇൻഡോർ യൂണിറ്റ് എന്ന് പറയുന്ന സമയത്ത് എന്താ, ഇവാപറേറ്ററും ഇവാപറേറ്ററും ഒരു ഫാനും മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അവിടെ നിന്ന് വരുന്ന കാറ്റ് എന്ന് പറയുന്നത് നല്ല തണുത്ത കാറ്റാണ്, കോൾഡ് എയർ ആണ്. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കുറവായിരിക്കും. ഈ ഡാമ്പേഴ്സ് എന്തിനാ യൂസ് ചെയ്യുന്നത്? എയർ ഫ്ലോയുടെ ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഡാമ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി ഇൻഡോർ യൂണിറ്റ് ഔട്ട്ഡോറും കൂടെ കണക്ട് ചെയ്യുന്ന നമ്മൾ ഏത് വഴിയാ? കാപ്പിലറി ട്യൂബ് വഴിയാണ്. കാപ്പിലറി ട്യൂബ് വഴിയാണ്. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഇവിടെ ഒരു വർക്കിംഗ് ഫ്ലൂയിഡ് ഉണ്ടെന്നുള്ള കാര്യം ഇന്നലെ പഠിപ്പിച്ചല്ലോ. ഈ വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി കളിക്കണ്ടേ? അത് ഏത് വഴിയാ? ത്രൂ ദിസ് ട്യൂബ്. ക്ലിയർ ആണോ? ലോ പ്രഷർ വേപ്പർ ഡ്രോൺ ഫ്രം ദി ഇവാപറേറ്റർ ഈസ്, ഇന്നലെ പഠിപ്പിച്ച അതേ സാധനം തന്നെ കേട്ടോ, അതേ സാധനം തന്നെയാ ഇന്നലെ പഠിപ്പിച്ച സെയിം സംഭവം. Low pressure vapor drawn from the evaporator is compressed to high pressure and is delivered to the condenser. ഇന്നലെ പഠിപ്പിച്ച കാര്യങ്ങളല്ലേ? അതായത് എന്താ, ഇവാപറേറ്ററിലുള്ള വേപ്പർ എന്ന് പറയുന്നത് ലോ പ്രഷർ വേപ്പർ ആയിരിക്കും. അതിനെന്ത് ചെയ്യുന്നു? നമ്മൾ നേരെ കംപ്രസറിൽ വിട്ടിട്ട്, ഇവാപറേറ്ററിൽ നിന്നും നമ്മൾ നേരെ കംപ്രസറിൽ വിട്ടിട്ട്, ഈ കംപ്രസർ വെച്ച് കംപ്രസ് ചെയ്ത ശേഷം നമ്മൾ നേരെ എങ്ങോട്ട് വിടും? കണ്ടൻസറിലോട്ട് വിടും. അതാ പറയുന്നത് ഡെലിവേർഡ് ടു ദ കണ്ടൻസർ. കണ്ടൻസർ എന്ത് സംഭവിക്കുന്നു? ഇൻ ദ കണ്ടൻസർ ദ റെഫ്രിജറന്റ് വേപ്പർ ഈസ് കണ്ടൻസ്ഡ് ബൈ റിലീസിംഗ് ലേറ്റന്റ് ഹീറ്റ് ഓയിൽ കണ്ടൻസേഷൻ ടു ദ സറൗണ്ടിങ് എയർ. ഓക്കെ, റെഡി? ഹായ് വിശ്വമിത്രൻ, ഹായ്. This hot air is driven out using a fan. The high pressure liquid refrigerant enters the capillary tube where the pressure is reduced. This low pressure liquid vapor enters to the evaporator. അതായത് ഈ കണ്ടൻസറിൽ നിന്ന് വരുന്ന ആ പറയുന്ന ലോ പ്രഷർ ലോ പ്രഷർ ലിക്വിഡ് വേപ്പർ ആണ് എങ്ങോട്ട് പോകുന്നത്? ഇവാപറേറ്ററിലോട്ട് പോകുന്നത്. ക്ലിയർ ആണോ? ഇന്നലെ ഇതിന്റെയൊക്കെ ഫിഗർ വളരെ ഡീറ്റെയിൽഡ് പഠിപ്പിച്ച കേസാണ്. ജസ്റ്റ് അതിന്റെ വർക്കിംഗ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, റെഡി? അപ്പൊ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. നോർമലി നമ്മളെ എന്താ എയർ കണ്ടീഷനിങ് വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൽ എന്താണോ പഠിക്കുന്നത് അത് തന്നെയാണ് നിങ്ങളുടെ വീടുകളിലെ എസിയിലും നടക്കുന്നത്, വർക്കാവുന്നത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലടാ? അടുത്ത്, this liquid refrigerant evaporates by absorbing latent heat of vaporization from the surrounding air. This cold air is delivered to the room using a fan. ഓക്കെ, ഇവാപറേറ്റർ എത്തി. അത് അവിടെ ചെന്ന് സംഭവിക്കുന്നു, ദ ലിക്വിഡ് റെഫ്രിജറന്റ് എന്ത് ചെയ്യുന്നു? ഇവാപറേറ്റ് ആയി പോകുന്നു. ഇങ്ങനെ ബൈ അബ്സോർബിംഗ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഫ്രം ദ സറൗണ്ടിങ് എയറിൽ നിന്നും ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ അബ്സോർബ് ചെയ്ത ശേഷം ഈ ലിക്വിഡ് റെഫ്രിജറന്റ് എന്ത് ചെയ്യുന്നു? ഇവാപറേറ്റ് ചെയ്ത് പോകുന്നു. ദിസ് കോൾഡ് എയർ ഈസ് ഡെലിവേർഡ് ടു ദ റൂം യൂസിങ് എ ഫാൻ. ക്ലിയർ ആണോ? എ സിയുടെ അടുത്തൊക്കെ പോയിരിക്കുന്ന സമയത്ത് എന്ന് സംഭവിക്കാം. എന്താ? അത് ആക്ച്വലി ഫാൻ കറങ്ങുന്നതാണ്. പുറത്തെ യൂണിറ്റിൽ ഒരു ഫാൻ ഉണ്ട്, അകത്തെ യൂണിറ്റിൽ ഒരു ഫാൻ ഉണ്ട്. ഓക്കെ, the direction of airflow can be changed using a damper. പറഞ്ഞല്ലോ, the low pressure refrigerant vapor leaving the evaporator is sucked into the compressor and is compressed to a very high pressure. അറിയാലോ, ഇവിടെ നിന്ന് വരുന്ന, അതായത് ഇവാപറേറ്ററിൽ നിന്ന് വരുന്ന ഇവാപറേറ്ററിൽ നിന്ന് വരുന്ന വേപ്പർ എന്ത് ചെയ്യുന്നു? നമ്മൾ വെരി ഹൈ പ്രഷറിലോട്ട് എന്ത് ചെയ്യുന്നു? കംപ്രസ് ചെയ്യുന്നു ബൈ യൂസിങ് എ കംപ്രസർ. ക്ലിയർ ആണോ? This high pressure vapor is condensed in the condenser. Thus one cycle of operation is completed. ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞ കേസ് തന്നെയാണ്. ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഹൈ പ്രഷർ വേപ്പറിന് എന്ത് ചെയ്യുന്നു? കണ്ടൻസറിലോട്ട് അയക്കുന്നു. കണ്ടൻസർ എന്ത് ചെയ്യുന്നു? അതിനെ കണ്ടൻസ് ചെയ്യുന്നു. അങ്ങനെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആകുന്നു. ഇങ്ങനെ നമ്മൾ അനവധി സൈക്കിൾ എന്ത് ചെയ്യും? നടന്നുകൊണ്ടേയിരിക്കും. സാധാരണ നമ്മൾ പഠിച്ച കേസ് തന്നെയാണ്. നമ്മുടെ വേപ്പർ കംപ്രഷൻ സിസ്റ്റം എന്താണോ അത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ വീടുകളിൽ യൂസ് ചെയ്യുന്ന എ സിയിലും സംഭവിക്കുന്നത്. സെയിം വർക്കിംഗ് തന്നെയാണ്. പക്ഷേ പാർട്സ് എന്ന് പറയുന്നത് രണ്ട് പാർട്ടാണ്. ഒന്ന് ഔട്ട്ഡോർ യൂണിറ്റും ഒന്ന് ഇൻഡോർ യൂണിറ്റും. ഔട്ട്ഡോർ യൂണിറ്റും ഇൻഡോർ യൂണിറ്റും കണക്ട് ചെയ്യുന്നത് ത്രൂ ദ കാപ്പിലറി ട്യൂബ്. മനസ്സിലായോ? അപ്പൊ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൽ എന്താണോ സംഭവിക്കുന്നത് സെയിം സംഭവം തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ക്ലിയർ അല്ലടാ? ക്ലിയർ അല്ലേ? ഓക്കെ, okay. Then
what is called central air conditioner. എന്താണ് central air conditioner അല്ലെങ്കിൽ centralized AC എന്ന് പറയുന്നത് എന്താണ്? എന്താണ് central air conditioner? അറിയാവോ ആർക്കെങ്കിലും? Central air conditioner. So central air conditioner എന്താണ്? Centralized AC അല്ലെങ്കിൽ centralized air conditioning എന്താണ് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്ത് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്? നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ടെലഗ്രാം കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ നോട്ട്സ് ആൻഡ് അപ്ഡേറ്റ്സ് കറക്റ്റ് ടൈം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, സോ അത് മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സ് എന്ത് ചെയ്യുക? ഈ ലൈവ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ലൈവ് നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഓക്കെ, നിങ്ങൾ കൂടുതലൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഈ ഒരു ലൈവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, റെഡി? നിങ്ങൾക്ക് തരേണ്ട ക്ലാസ്സും നോട്ട്സും എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. സോ ജസ്റ്റ് നിങ്ങൾ ഇത്ര മാത്രം ചെയ്യുക. ഓക്കെ, അത് മാത്രം ചെയ്താൽ മതി. കൂടുതൽ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിലോട്ട് അത് എത്തിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ. നിങ്ങളും പഠിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സും പഠിക്കട്ടെ. റെഡി അല്ലേ? ശരി, എന്താണ് സെൻട്രൽ എയർ കണ്ടീഷണർ? എന്താണ് സെൻട്രൽ എയർ കണ്ടീഷനിങ്? അതായത് സെൻട്രലൈസ്ഡ് എ സി. ഫോർ എക്സാമ്പിൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് സെൻട്രലൈസ്ഡ് എ സിയാ, അല്ലെങ്കിൽ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് സെൻട്രലൈസ്ഡ് എ സിയാ, അല്ലെ? സെൻട്രലൈസ്ഡ് എ സി എല്ലാം പോട്ടെ. ലുലു മാൾ പോയിട്ടില്ലേ? ലുലു മാളിൽ എന്താ? ലുലു മാളിൽ സെൻട്രലൈസ്ഡ് എ സി അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവിടെ ഏതെങ്കിലും ഈ പറയുന്ന നമ്മുടെ വീട്ടിലെ റൂമിലുള്ള എ സി പോലത്തെ ഏതെങ്കിലും യൂണിറ്റ്, ഇൻഡോർ ഔട്ട്ഡോർ യൂണിറ്റ് എവിടെയും കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ? അവിടെയൊക്കെ സെൻട്രൽ എയർ കണ്ടീഷണർ ആണ്, അല്ലെങ്കിൽ സെൻട്രൽ എയർ കണ്ടീഷണർ ആണ്, സെൻട്രലൈസ്ഡ് എ സി ആണ്, അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷനിങ് ആണ്. ഓക്കെ, എന്താണ് സെൻട്രൽ എയർ കണ്ടീഷണർ നോക്കാം. ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടൈപ്പ് ഓഫ് എയർ കണ്ടീഷണർ. It is adopted when the cooling capacity required is 25 tons or more. അതായത് ഇപ്പോ ഞാനിപ്പോൾ ഉള്ള സ്റ്റുഡിയോ റൂം എന്ന് വെച്ചോ, അല്ലെങ്കിൽ എൻ്റെ ഓഫീസ് എന്ന് വെച്ചോ. അപ്പൊ എൻ്റെ ഓഫീസിൽ ഇപ്പോ 25 ടൺസിന് താഴെ മതി കൂളിംഗ് കപ്പാസിറ്റി. നമ്മൾ ഇന്നലെ പഠിച്ചല്ലോ, കൂളിംഗ് കപ്പാസിറ്റി ഒക്കെ പഠിച്ച ഓർമ്മ ഉണ്ടോ? അപ്പൊ 25 ടൺസിന് താഴെയാണ് കൂളിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. എന്റെ റെക്കോർഡ്, എന്റെ ആവശ്യമുള്ള കൂളിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ബിലോ 25 ടൺസ് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? നോർമൽ ഈ വീട്ടിൽ യൂസ് ചെയ്യുന്ന എ സി വെച്ചാൽ മതി. പക്ഷെ എന്റെ സ്പേസ് എന്ന് പറയുന്നത് വളരെ വലുതാണ് അല്ലെ? എന്റെ ഓഫീസ് സ്പേസ് എന്ന് പറയുന്നത് വലിയൊരു ഫ്ലോർ ആണെങ്കിൽ അവിടെ 25 ടൺസോ അതിൽ കൂടുതലോ എന്ത് വേണ്ടി വരുന്നുണ്ട്? കൂളിംഗ് കപ്പാസിറ്റി വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് പ്രിഫർ ചെയ്യണം, അല്ലെങ്കിൽ എന്ത് അഡോപ്റ്റ് ചെയ്യണം? യെസ്, സെൻട്രൽ എയർ കണ്ടീഷണർ അഡോപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്യണം. ഓക്കെ, കൂടാതെ ഇനിയുണ്ട് കാരണങ്ങൾ. when the air flow is more than 5 meter cube per hour. ഓക്കെ, ഇവിടെ എയർ ഫ്ലോ എന്ന് പറയുന്നത് 5 മീറ്റർ, ഒരു മണിക്കൂറിൽ 5 മീറ്റർ ക്യൂബിന് മുകളിൽ പോകുന്നെങ്കിൽ അവിടെ നമ്മൾ സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻ യൂസ് ചെയ്യുക. when different zones in a building are to be air conditioned. അല്ലെ? അപ്പൊ എന്റെ ഓഫീസില് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഡിഫറെന്റ് ഫ്ലോസിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവുമല്ലോ നമ്മുടെ ഓഫീസിൽ എന്ന് പറയുന്ന സമയത്ത്. ഒരു 8 കമ്പനിയുടെ ഓഫീസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഓരോ ഫ്ലോറിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഈ 4 ഫ്ലോർ ഉണ്ടെങ്കിൽ 4 ഫ്ലോറിലേക്കും കറക്റ്റ് ആയിട്ടുള്ള എയർ, എന്താ പറയാ, നല്ല തണുത്ത കാറ്റ് എത്തണം അല്ലെ? എയർ കണ്ടീഷനിങ് 4 ഫ്ലോറിൽ പ്രോപ്പർ ആയിട്ട് എത്തണം അല്ലെ? അപ്പോ ഡിഫറെന്റ് സോൺസ് ഇൻ എ ബിൽഡിംഗ് ആർ ടു ബി എയർ കണ്ടീഷൻഡ്. 4 ഫ്ലോറും എയർ കണ്ടീഷനിങ് ചെയ്യണം. അല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കും, 3 എണ്ണം ചെയ്തിട്ട് ഒരെണ്ണം മാത്രം ചെയ്യാതിരുന്ന അവിടുത്തെ ആൾക്കാർക്ക് വിഷമാവില്ലേ? അപ്പോ 4 ഫ്ലോർ ഉണ്ടെങ്കിൽ 4 ഫ്ലോറും ഒരുമിച്ച് എയർ കണ്ടീഷനിങ് ചെയ്യണമെങ്കിൽ ഞാൻ ഏത് എയർ കണ്ടീഷൻ സിസ്റ്റം പ്രിഫർ ചെയ്യണം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷണർ അല്ലെങ്കിൽ സെൻട്രൽ എയർ കണ്ടീഷണർ ആണ് ഞാൻ പ്രിഫർ ചെയ്യേണ്ടത്. സെയിം ടൈം നിങ്ങളുടെ വീട്ടിലേക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ വീട്ടിലേക്ക് ഇനി അംബാനിയുടെ വീടാണെങ്കിൽ ആവശ്യം വരും കേട്ടോ. അല്ല, നോർമൽ വീടാണ്, ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ കുറച്ചൊന്ന് അപ്പർ മിഡിൽ ക്ലാസ് ഒക്കെ ആണെങ്കിൽ സെൻട്രലൈസ്ഡ് എ സിയുടെ ആവശ്യമില്ല. പക്ഷെ എന്നാൽ ഇപ്പോഴത്തെ ലക്ഷറി ഹൗസിലൊക്കെ സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷനിങ് ചെയ്യാറുണ്ട് കേട്ടോ. അതായത് ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലൊക്കെ സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻ ചെയ്യുന്ന വീടുകളൊക്കെ ഉണ്ട്. 3 കോടി 4 കോടിയൊക്കെ കോടികളുണ്ടെങ്കിൽ ചെയ്തോ. ഓക്കെ, അങ്ങനത്തെ വീടുകളും ഉണ്ട്. സാധാരണഗതിയിൽ നോർമലി എന്ത് ചെയ്യാറില്ല, ആരും വീടുകളിൽ എയർ കണ്ടീഷൻ ചെയ്യാറില്ല. അപ്പൊ ഇതേപോലെ ഹോസ്പിറ്റൽസ്, മാൾസ്, ഓഫീസസ് അവിടേക്ക് മാത്രമേ ഈ പറയുന്ന സെൻട്രൽ എയർ കണ്ടീഷണർ യൂസ് ചെയ്യാറുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? In this system, all the components of the system are installed in a separate central room.
the conditioned air is distributed through ducts from the central room to various rooms to be air conditioned. ഇവിടെ നോക്കിക്കേ, നമ്മൾ സാധാരണഗതിയിലുള്ള എയർ കണ്ടീഷൻ സിസ്റ്റം ആണെങ്കിൽ ഇവിടെ നോക്കൂ, ഞാൻ ഫിഗർ വെച്ച് കാണിച്ചതാണ്. ഒരു റൂം, 2 റൂം, 3 റൂം അല്ലെ? ഈ 3 റൂമിനും സെപ്പറേറ്റ് ആയിട്ടുള്ള എന്തുണ്ടാവും? AC ഉണ്ടാവും. നോർമൽ കേസിലാണെങ്കിൽ സെപ്പറേറ്റ് ഉള്ള AC ഉണ്ടാവും. പക്ഷേ സെൻട്രൽ എയർ കണ്ടീഷണർ ആണെങ്കിൽ ഇവർക്ക് എന്തുണ്ടാവും? ഒരു സെൻട്രൽ റൂം ഉണ്ടാകും. ഈ സെൻട്രൽ റൂമിലാണ് എന്ത് സംഭവിക്കുന്നത്? ദാ full system അവിടെ ആയിരിക്കും. In the system, all the components of the system are installed in a separate central room. ഒരു സെൻട്രൽ റൂം ഉണ്ടാകും. അവിടെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? എയറിനെ തണുപ്പിക്കുന്നത്. ഈ എയറിനെ തണുപ്പിച്ച ശേഷം ഡക്ട്സിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? From the central room to various room to be air conditioned. ഡക്ട്സിലൂടെ പല റൂമിലേക്ക് എത്തിക്കുന്നു. That means ഇതിനെ എനിക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം? ഞാൻ ഒരു സെൻട്രൽ റൂം ഇതാണ് സെൻട്രൽ റൂം. ഈ സെൻട്രൽ റൂമിൽ നിന്നും എയർ കണ്ടീഷൻഡ് എയറിനെ ഞാൻ എന്ത് ചെയ്യുന്നു? കണ്ടോ? ഓരോ റൂമിലേക്കും അയച്ചു. കണ്ടോ? ബൈ യൂസിങ് ഡക്ട്സ്. നമ്മൾ ഡക്ട്സ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഡക്റ്റുകൾ വഴിയാണ് ഈ പറയുന്ന എയറിനെ ഓരോ റൂമിലേക്കും അയച്ചത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഓരോ റൂമിനും സെപ്പറേറ്റ് ആയിട്ട് AC വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഒരു സെൻട്രൽ റൂം ഉണ്ടാകും. ഇൻ ദി സിസ്റ്റം ഓൾ കമ്പോണൻസ് ഓഫ് ദി സിസ്റ്റം ആർ ഇൻസ്റ്റാൾഡ് ഇൻ എ സെപ്പറേറ്റ് സെൻട്രൽ റൂം. മനസ്സിലാകുന്നുണ്ടോ? ദ കണ്ടീഷൻഡ് എയർ ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ദ ഡക്ട്സ് ഫ്രം ദി സെൻട്രൽ റൂം ടു വേരിയസ് റൂംസ് ടു ബി എയർ കണ്ടീഷൻഡ്. ഓക്കെ, ഇപ്പൊ ഇതെന്ന് പറയുന്നതിന്റെ ഫസ്റ്റ് ഫ്ലോർ ആണ്. ഇതെന്ന് പറയുന്നതിന്റെ ഫസ്റ്റ് ഫ്ലോർ ആണ്. ഇതെന്ന് പറയുന്നത് സെക്കൻഡ് ഫ്ലോർ ആണ്. ഇതെന്ന് പറയുന്നത് എന്റെ തേർഡ് ഫ്ലോർ ആണ്. ഓക്കെ, അപ്പോ എനിക്ക് ഈ പറയുന്ന ഒറ്റ സെൻട്രൽ റൂം ഇതാണ് എന്തെന്ന് പറയുന്നത്? സെൻട്രൽ റൂം എന്ന് പറയും. സെൻട്രൽ റൂം. ഇവിടെ നിന്നും എന്തെന്ന് പറയും? ഇവിടെ നിന്നും ആ പറയുന്ന സെൻട്രൽ ഈ പറയുന്ന കണ്ടീഷൻഡ് എയർ എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് എത്തും. അഭിഷേക്, യെസ്, ക്ലീൻ ഷേവ് സർ. യെസ് ഡാ, കൊള്ളാവോടാ? ബോറുണ്ടോ? ഉണ്ടെന്ന് എനിക്കറിയാം. ഒരു വെറൈറ്റി ഇല്ലടാ ഇതൊക്കെ. അടുത്ത പ്രാവശ്യത്തേക്ക് താടി വളർത്താനുള്ള പ്ലാനാണ്. അപ്പൊ ഒന്ന് ഫുൾ ക്ലീൻ ഷേവ് ചെയ്തിട്ട് ഒരു ഫ്രഷ് സ്റ്റാർട്ട് ആയിക്കോട്ടെ. നമുക്ക് താടി വളർത്തിയ ഫ്രാങ്ക് സാറിനെ കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ. പല രൂപത്തിലും കോലത്തിലും ഞാൻ വരും. ഓക്കെ, നിങ്ങളുടെ S2 എക്സാം ഒക്കെ തീരുന്ന സമയത്ത് മാരത്തോൺ ലൈവിലെ നല്ല മാസമായിട്ട് നല്ല കട്ട താടിയൊക്കെ വന്നാലോ? എങ്ങനെ ഉണ്ടാവും? അതൊക്കെ മാരത്തോണൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല കട്ട താടിയായിട്ടൊക്കെ വന്ന് മാസമായിട്ട് മാരത്തോൺ എടുക്കാം. അതല്ലേ അത് പൊളി. അതിന്റെ തുടക്കമാ, അത് കണ്ടാ മതി. ഓക്കെ, ശരിടാ. അപ്പോ എയർ കണ്ടീഷനിങ് എന്ന് പറയുന്ന ടോപ്പിക് നിങ്ങൾക്ക് തീർന്നിരിക്കുകയാണ്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. ഏകദേശം ഈ ചാപ്റ്ററിന്റെ ഒരു 40% കഴിഞ്ഞിട്ടോ. അഭിഷേക് പൊളി ലുക്ക് ആളോടാ, സത്യം പറ. പക്ഷെ ഇത് ഷേവ് ചെയ്തൊട്ട് എനിക്ക് കിട്ടുന്നത് മുഴുവൻ ഊക്കാണ്. ഇങ്ങനെ മനസ്സിലാക്കണം. എന്നെ ഇനി തെറി പറയാത്ത ആരുമില്ല. ഓക്കെ, കുറച്ച് ദിവസമാണ്, കുറെ കാലങ്ങൾക്ക് ശേഷം ആക്ച്വലി ഷേവ് ചെയ്തത്. അതുകൊണ്ട് ലുക്ക് ഇങ്ങനെ പോയി. എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല, സത്യം പറയാലോ. കുഴപ്പമില്ല, ഒക്കെ നല്ല കട്ട താടിയൊക്കെ വളർത്തുന്ന മാസമായിട്ട് വരാം. ഓക്കെ, ശരിടാ. ഓക്കെ, നോക്ക്. അപ്പൊ നമ്മുടെ ഈ പറയുന്ന സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ 40%ഓളം കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഓക്കെ ടാ. അപ്പൊ നമുക്ക് ഇനി പഠിക്കാനുള്ള എന്താ വെച്ചാ
പമ്പുകളെ കുറിച്ച് പഠിക്കണം. റെസിപ്രോക്കേറ്റിംഗ് പമ്പിനെ കുറിച്ചും സെൻട്രിഫ്യൂഗൽ പമ്പിനെ കുറിച്ചും പഠിക്കണം. പിന്നെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യണം. പിന്നെ അടുത്ത് വരുന്ന വീണ്ടും നമ്മൾ ബെൽറ്റ് ഡ്രൈവ്സിനെ കുറിച്ച്, അത് പക്കാ തിയറിയാ. ഓക്കെ, അതോടുകൂടി ഈ പ്രോബ്ലം തീരും. സോറി, ഈ മൊഡ്യൂൾ തീരും. വളരെ സിമ്പിൾ ആണ്, പക്ഷെ ഫുൾ തിയറിയാ. അതാ ഓക്കെ. സോ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാട്ടോ. കാരണം നിങ്ങൾക്ക് അത്രയ്ക്കും അടിപൊളിയായിട്ട് ഞാൻ എടുത്തു തന്നിട്ടുണ്ട്. അപ്പൊ എയർ കണ്ടീഷനൊക്കെ നന്നായിട്ട് പഠിക്കുക. ഇന്നലെ പഠിച്ചതൊക്കെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചോണേ കേട്ടോ. റെഫ്രിജറേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ മൊഡ്യൂൾ തുടങ്ങുന്നതേ റെഫ്രിജറേഷനിലാണ്. റെഫ്രിജറേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ റെഫ്രിജറേഷൻ എന്ന് പറയുന്ന ടോപ്പിക് കഴിഞ്ഞിരിക്കുന്നു. റെഫ്രിജറേഷൻ, പിന്നെ റെഫ്രിജറൻസ്, പിന്നെ പിന്നെ എ സിയുടെ രണ്ട് ടൈപ്പ് അല്ലെ, സെൻട്രലൈസ്ഡും പിന്നെ നമ്മൾ റൂമിൽ യൂസ് ചെയ്യുന്നത്, അതും നമ്മളെ അടിപൊളിയായിട്ട് പഠിച്ചു. സോ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് പഠിക്കണം. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, വീഡിയോ നോക്കി പഠിക്കണം. നിങ്ങൾ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ്സിലേക്ക് ഷെയർ ചെയ്യണം. വാട്സാപ്പ് സ്റ്റാറ്റസ് ആയിട്ട് നിങ്ങൾ ഇടണം കേട്ടോ. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം മക്കളെ. കാരണം നിങ്ങൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ചെയ്യാനുള്ള ഒരു ത്വരയും എന്താ പറയുക എനർജി കൂടും. സോ ഞങ്ങൾ എടുത്തു തരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടല്ലോ, ഞങ്ങൾ എന്തായാലും എടുത്തു തരും, ഉറപ്പാണ്. പക്ഷേ നിങ്ങൾ അത്രത്തോളം സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ആക്ച്വലി എനർജി കുറച്ചുകൂടെ കൂടും. ഓക്കെ, സോ ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തും സ്റ്റാറ്റസ് ഇട്ടും മാക്സിമം സ്റ്റുഡൻസിലേക്ക് എത്തിക്കുക. ഓക്കെ, മാക്സിമം എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിലോട്ട് എത്തിക്കുക. നമുക്ക് അങ്ങനെ വലിയൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തെടുക്കണം. കാരണം കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തെടുത്തിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. ആൻഡ് അത് ഓരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇന്ന് ഈ വരുന്ന സൺഡേ അങ്ങനെ ഒരു പരിപാടിയായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ സർപ്രൈസ് ആണ്. അതൊക്കെ ഞാൻ ആക്ച്വലി നിങ്ങളെല്ലാം കാണും. ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ കാണിക്കും. ഓക്കെ, സോ സ്റ്റേ ട്യൂൺ, സ്റ്റേ സബ്സ്ക്രൈബ് ടു ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. എല്ലാ കാര്യങ്ങളും ഞാൻ കാണിക്കും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരു S8 കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന നിങ്ങൾ തന്നെ ഏകദേശം ഒരു certain amount of കുട്ടികൾ you will join to ഡൊറ്റാരോ. മനസ്സിലാവുന്നുണ്ടോ? ഡൊറ്റാരോയുടെ കൂടെയും ഫ്രാങ്ക്സ് ലെക്ചേഴ്സിനെയും ഭാഗമാകാൻ നിങ്ങൾ കഴിയട്ടെ. കാരണം ആ ഒരു രീതിയിലാണ് പോകുന്നത്. ഇന്ന് നിങ്ങൾ വെറും സ്റ്റുഡൻസ് ആണ്, സ്റ്റുഡൻസ് ആണ്. പക്ഷേ ഓരോ കാര്യം ഉറപ്പാണ്, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ജോലി ഇല്ലാതെ അലയില്ല. കാരണം നിങ്ങൾ S8 കഴിഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ ദെയർ ടു റിക്രൂട്ട് യു. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ എന്നെ കാണുകയും നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യാനും ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, റെഡി അല്ലേ? നിങ്ങൾക്ക് താല്പര്യമല്ലേ? എനിക്ക് താല്പര്യമുണ്ട് ആക്ച്വലി. ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ വെച്ച് കൂടെ പഠിപ്പിച്ച് എൻ്റെ സ്റ്റുഡൻസിന് കൂടെ എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, സോ നല്ല എഞ്ചിനീയേഴ്സ് വേണ്ടേ? ആ നല്ല എഞ്ചിനീയേഴ്സിനെ, എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടി നല്ല എഞ്ചിനീയേഴ്സിനാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, സോ നമുക്ക് അടിപൊളിയായിട്ടൊരു മിഷനായിട്ട് നമുക്ക് പോകാം. സോ മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, റെഡി. സോ മക്കളെ, എന്താണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് നോക്കിയാലോ? വാട്ട്സ് കോൾഡ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്? റെസിപ്രോക്കേറ്റിംഗ്. സോ നമ്മളിവിടെ IC ഫസ്റ്റ് മോഡിൽ പഠിച്ച സമയത്ത് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നു അല്ലെ, പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ച കേസാ അല്ലെ. മുകളിലും താഴെ ഇങ്ങനെ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചതാ. വാട്ട്സ് കോൾഡ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് നോക്കിയാലോ? സാധാരണഗതിയിൽ പമ്പ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? പമ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെക്കാനിക്കൽ ഡിവൈസ് യൂസ് ടു ഇൻക്രീസ് ദ പ്രഷർ എനർജി ഓഫ് എ ലിക്വിഡ്. ഒരു ലിക്വിഡിന്റെ പ്രഷർ എനർജി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെക്കാനിക്കൽ ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത് പമ്പ് എന്ന് പറയുന്നത്. എന്ത് പറയും? പമ്പ് എന്ന് പറയും. In most of the applications, pump is used for lifting liquids from lower to higher level. അല്ലെ, സാധാരണ ലോവർ ലെവൽ പമ്പ് എന്ന് പറയുന്നത് എന്താണ്? ലോവർ ലെവലിലുള്ള ഫ്ലൂയിഡിനെ ഹയർ ലെവലിലോട്ട് കൊണ്ടുപോകണം അല്ലെ. അപ്പൊ ലോവർ ലെവലിലുള്ള ഫ്ലൂയിഡിനെ ഹയർ ലെവലിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പമ്പ്സിനെ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? സോ അതാണ് ഇവിടെ പറയുന്നത്, ടു ഇൻക്രീസ് ദ പ്രഷർ എനർജി ഓഫ് എ ലിക്വിഡ്. ഇൻ മോസ്റ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻസ് പമ്പ് ഈസ് യൂസ്ഡ് ഫോർ ലിഫ്റ്റിംഗ് ലിക്വിഡ്സ് ഫ്രം ലോവർ ടു ഹയർ ലെവൽ. ലോവർ ലെവൽ ടു ഹയർ ലെവൽ, താഴെ നിന്നും മുകളിലോട്ട് അല്ലെ. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. നിങ്ങൾ ടാങ്ക് എവിടെയാ? നിങ്ങൾ ടാങ്ക് താഴെ ഇരിക്കുക, ഇല്ല ടാങ്ക് മുകളിൽ ടെറസിലല്ല ഇരിക്കുക. മോസ്റ്റ് ഓഫ് ദ ഹൗസസിലും ടാങ്ക് എന്ത് ചെയ്യാറുണ്ട്? മീൻസ് ടെറസിലാണ് ഇരിക്കാറ്. കിണർ താഴെ. അപ്പൊ കിണറിൽ നിന്നുള്ള വെള്ളം എന്ത് ചെയ്യുന്നു? മുകളിലോട്ട് അടിച്ചു കയറ്റുന്നു ബൈ യൂസിങ് പമ്പ്. ലോവർ ലെവലിൽ നിന്നും ഹയർ ലെവലിലോട്ട് അല്ലേ. ഇത്രയുള്ളൂ പമ്പ്. ഇനി രണ്ട് ടൈപ്പ് ഓഫ് പമ്പ് ഉണ്ട്. റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഉണ്ട്, സെൻട്രിഫ്യൂഗൽ പമ്പ് ഉണ്ട്. അത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സോ നമ്മൾ ഇവിടെ പഠിക്കുന്നത് റെസിപ്രോക്കേറ്റിംഗ് പമ്പാണ്. അത് കഴിഞ്ഞ് നമുക്ക് സെൻട്രിഫ്യൂഗലിലോട്ട് പോകാം. ഓക്കെ,
This is achieved by creating a low pressure at the inlet and a high pressure at the outlet of the pump. ഇവിടെ ഇൻലെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? വെള്ളം എടുക്കുന്ന ഭാഗം. ഓക്കെ, ഔട്ട്ലെറ്റ് എന്ന് പറയുമ്പോൾ വെള്ളം വിടുന്ന ഭാഗം. ഓക്കെ, അപ്പൊ ഇൻലെറ്റിൽ എന്ത് ചെയ്യുന്നു? ഇൻലെറ്റിൽ ഒരു ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നു. അതേപോലെ ഔട്ട്ലെറ്റ് എന്ത് ചെയ്യുന്നു? ഹൈ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നു. പമ്പിന്റെ ഇൻലെറ്റിൽ ലോ പ്രഷർ ആണെങ്കിൽ ഔട്ട്ലെറ്റിൽ ഹൈ പ്രഷർ ആയിരിക്കും. ക്ലിയർ ആണോ? അഭിഷേക് സാർ എവിടെയാ പഠിച്ചേ? മെക്കാണോ? യെസ്, ഞാൻ ട്രിവാൻഡ്രത്താണ് പഠിച്ചത്. മെക്കാണ്. ഞാനൊരു റോയൽ മെക്കായിരുന്നു. ഓക്കെ, അഭിഷേക് എവിടെയാ പഠിക്കുന്നത്? കമന്റ് ചെയ്യൂ. സാറേ, മറ്റേ സാർ എവിടെ? ഏത് സാറാടാ? ആദിത്യനം? ഏത് സാറാണ് നിനക്ക് കാണേണ്ടത്? പറ, പേര് പറയൂ, നമുക്ക് കാണിക്കാം. ഓക്കെ, റെഡി അല്ലേ? ഓക്കേടാ മക്കളെ, നോക്കിക്കേട്ടോ. അപ്പോ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ എന്ത് ചെയ്യുന്നു? നമ്മുടെ പമ്പിന്റെ ഇൻലെറ്റിൽ ഒരു ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നു, ഔട്ട്ലെറ്റിലോ ഒരു ഹൈ പ്രഷർ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഡ്യൂ ടു ലോ പ്രഷർ അറ്റ് ദ ഇൻലെറ്റ് ഓഫ് ദ പമ്പ്, liquid is lifted from the sump to the pump. സംഭവം ഓക്കെ, sump, yes, SMP. ഏത് സാറാന്ന് പറയാവോ ആദിത്യൻ? ഓക്കെടാ. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, പമ്പിന്റെ ഇൻലെറ്റിൽ എന്താണ്? ലോ പ്രഷർ ആണ്, ഔട്ട്ലെറ്റിൽ ഹൈ പ്രഷർ ആണെന്ന് പറഞ്ഞു. അപ്പോ പമ്പിന്റെ ഇൻലെറ്റിലുള്ള ലോ പ്രഷർ കാരണം liquid is lifted from the sump to the pump. Due to high pressure at the outlet of the pump, the liquid is lifted from the pump to the required height. അല്ലെ? അപ്പൊ ഇൻലെറ്റിൽ എന്താണ്? ഇൻലെറ്റിൽ ലോ പ്രഷർ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ലിക്വിഡ് എന്ന് പറയുന്നത് is lifted from the sump to the pump. Okay, പമ്പിലോട്ട് എന്ത് ചെയ്യുന്നു? ലിഫ്റ്റ് ചെയ്തിട്ട് due to high pressure at the outlet of the pump, the liquid is lifted from the pump to the required height. മനസ്സിലാകുന്നുണ്ടോ? അഭിഷേക്, ഞാൻ ബാട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പൊ നിനക്ക് അറിയായിരിക്കുമല്ലോ ട്രിവാൻഡ്രം. നാടെവിടെയാ അഭിഷേകിന്റെ? ഞാൻ ട്രിവാൻഡ്രത്താണ് പഠിച്ചത്. ഓക്കെ, ഞാൻ ഈ ട്രിവാൻഡ്രം വരുമ്പോ നമുക്ക് കാണാം. ബാട്ടൺ ഹില്ലിന്റെ അവിടെയൊക്കെ ഞാൻ വരാം, വലിയ ദൂരമൊന്നുമില്ല. ഞാൻ ട്രിവാൻഡ്രം വരുന്ന സമയത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടാം. അപ്പോൾ ട്രിവാൻഡ്രത്ത് നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് എനിക്ക് റെസ്പോണ്ട് ചെയ്യട്ടോ, കാരണം നമുക്ക് അങ്ങനെയാണ് മീറ്റ് ചെയ്യാം. എനിക്കിഷ്ടമാണ് നിങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ. സോ ലെറ്റ്സ് മീറ്റ്. നിങ്ങൾക്കും താല്പര്യം ഇല്ലടാ മീറ്റ് ചെയ്യാൻ? നമുക്ക് മീറ്റ് ചെയ്യാന്നേ. ഓക്കെ, നിങ്ങൾ സീരീസ് എക്സാം കഴിഞ്ഞിട്ട് ഞാൻ വരാം. സാധാരണഗതിയിൽ ഞാൻ കാലിക്കറ്റിൽ നിന്ന് ട്രിവാൻഡ്രം ട്രാവൽ ചെയ്യുന്നത് ഭയങ്കര കുറവാണ്. പക്ഷെ ഞാൻ നിങ്ങളുടെ എക്സാം കഴിഞ്ഞ്, മീൻസ് നിങ്ങളുടെ സീരീസ് എക്സാം കഴിഞ്ഞ് നിങ്ങൾ റിലാക്സ് ആയിരിക്കുന്ന ടൈം ഞാൻ എന്ത് ചെയ്യാം? ട്രിവാൻഡ്രം വരാം. ആ സമയത്ത് ഞാനൊരു സ്റ്റോറി ഇടാം. ആ സമയത്ത് നമുക്ക് ആരെങ്കിലും ഉണ്ടെങ്കിലും കാണാം. ഓക്കെ, റെഡി അല്ലടാ? അപ്പൊ നോക്കിക്കേടാ. ഡ്യൂ ടു ലോ പ്രഷർ അറ്റ് ദ ഇൻലെറ്റ് ഓഫ് ദ പമ്പ്, ലിക്വിഡ് ഈസ് ലിഫ്റ്റഡ് ഫ്രം ദ sump to the pump. Due to high pressure at the outlet of the pump, the liquid is lifted from the pump to the required height. മനസ്സിലാവുന്നുണ്ടോ? So, based on the working principle, pumps are classified as positive displacement and rotodynamic pumps. പമ്പിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അനുസരിച്ച് പമ്പ്സ് നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെ രീതിയിലെന്ന് അറിയാവോ? പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്സ് ആൻഡ് റോട്ടോഡൈനാമിക് പമ്പ്സ്. റെസിപ്രോക്കേറ്റിംഗ് പമ്പ് അല്ലെങ്കിൽ ഗിയർ പമ്പ് അല്ലെങ്കിൽ സ്ക്രൂ പമ്പ് അല്ലെങ്കിൽ വെയിൻ പമ്പ്, ഇതൊക്കെ എന്താണ്? പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്സിന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പോ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്സിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? That is reciprocating pump, gear pump, screw pump, vane pump. ഇതെല്ലാം എന്ത് തന്നെയാണ്? പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പിന്റെ എക്സാമ്പിൾസ് ആണ്. ഇനി സെൻട്രിഫ്യൂഗൽ പമ്പ്,
പ്രൊപ്പലർ പമ്പ് ഇതെല്ലാം എന്താണ് റോട്ടോ ഡൈനാമിക്കിന്റെ എക്സാമ്പിൾസ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ സെൻട്രിഫ്യൂഗൽ പമ്പും റെസിപ്രോക്കേറ്റിംഗ് പമ്പും നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നമുക്ക് പമ്പ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പമ്പ്സിനെ ഏതൊക്കെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം? അതായത് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ് എന്നും റോട്ടോ ഡൈനാമിക് പമ്പ്സ് എന്നും എന്ത് ചെയ്യാം ക്ലാസിഫൈ ചെയ്യാം. അപ്പോ റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, ഗിയർ പമ്പ്, സ്ക്രൂ പമ്പ്, വെയിൻ പമ്പ് ഇതെല്ലാം എന്ത് തന്നെയാണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്സ് ആണ്. സെയിം ടൈം സെൻട്രിഫ്യൂഗൽ പമ്പ്, പ്രൊപ്പലർ പമ്പ് ഇതെല്ലാം എന്താണ് they are the examples for rotodynamic pumps. They are examples for rotodynamic pumps. പ്രൊപ്പലർ പമ്പ്, സെൻട്രിഫ്യൂഗൽ പമ്പ് ഇതെല്ലാം എന്താണ് റോട്ടോഡൈനാമിക് പമ്പ്സ് എന്താ എക്സാമ്പിൾസ്. ക്ലിയർ ആണോ? Based on a number of stages in which the pressure of the liquid is increased, rotodynamic pumps are classified as single stage and multi stage. ഈ പറയുന്ന rotodynamic pumps എന്ന് പറയുന്നത് can be further classified into two pumps. Two pumps ഏതൊക്കെയാ? സിംഗിൾ സ്റ്റേജ് പമ്പും സിംഗിൾ സ്റ്റേജ് പമ്പ് എന്നും മൾട്ടി സ്റ്റേജ് പമ്പ് എന്ന് പറയാം. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്? ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് സ്റ്റേജസ് ഇൻ വിച്ച് ദ പ്രഷർ ഓഫ് ദ ലിക്വിഡ് ഈസ് ഇൻക്രീസ്. ലിക്വിഡിന്റെ പ്രഷർ ഇൻക്രീസ് ആകുന്ന എത്ര നമ്പർ ഓഫ് സ്റ്റേജസിലാണ് ഇൻക്രീസ് ആകുന്നത് അതിന്റെ ബേസിലാണ് ഈ റോട്ടോഡൈനാമിക് പമ്പ്സിനെ നമ്മൾ അഗൈൻ ക്ലാസിഫൈ ചെയ്യുന്നു. എന്താണ്? സിംഗിൾ സ്റ്റേജ് എന്നും മൾട്ടി സ്റ്റേജ് എന്നും. ക്ലിയർ ആണോ? ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? റെഡി? ഓക്കെ, അപ്പൊ റെസിപ്രോക്കേറ്റിംഗ് പമ്പിനെ കുറിച്ച് കൂടുതൽ പഠിച്ചാലോ? റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ് in which the required low pressure at the inlet and the required high pressure at the outlet of the pump is obtained by the reciprocating motion of a piston or plunger inside a closed fitting cylinder. ഓക്കെ, നമ്മൾ പതുക്കെ കോർ ആയിട്ടുള്ള റെസിപ്രോക്കേറ്റിംഗ് പമ്പിലോട്ട് എത്തുന്നതാണ്. അതായത് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പാണ്. നമ്മൾ പഠിച്ചു അവിടെ ഇൻലെറ്റിൽ ലോ പ്രഷർ ആണെന്നും ഔട്ട്ലെറ്റിൽ ഹൈ പ്രഷർ ആണ് നമ്മൾ പഠിച്ചു. അപ്പോ the low pressure at the inlet and the required high pressure at the outlet of the pump is obtained by the reciprocating motion. ഈ പറയുന്ന ഇൻലെറ്റിലെ ലോ പ്രഷറും ഔട്ട്ലെറ്റ് ഹൈ പ്രഷറും എങ്ങനെ ഉണ്ടാകുന്നു, എവിടെ നിന്നും വരുന്നു? is obtained by the reciprocating motion of a piston or plunger inside a closed fitting cylinder. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായി കാണും. പിസ്റ്റൺ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും IC എഞ്ചിൻസ് എന്ന് മനസ്സിലായി കാണും അല്ലെ? IC എഞ്ചിൻസിനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചതല്ലേ? സോ അതേപോലെ തന്നെയാണ്, അതേപോലെ ഒരു പിസ്റ്റണോ അല്ലെങ്കിൽ പ്ലഞ്ചറോ പ്ലഞ്ചറോ കാരണമുള്ള റെസിപ്രോക്കേറ്റിംഗ് മോഷൻ കാരണമാണ് നമ്മുടെ മോട്ടറിൽ ഇൻലെറ്റിൽ ലോ പ്രഷറും ഔട്ട്ലെറ്റിൽ ഹൈ പ്രഷറും ഉണ്ടാകുന്നത്. അപ്പോ the following are the main components of a reciprocating pump. നമ്മളെ റെസിപ്രോക്കേറ്റിംഗ് പമ്പിന്റെ മെയിൻ ആയിട്ടുള്ള പാർട്സ് ആണ് ഏതൊക്കെയാ? സിലിണ്ടർ, പിസ്റ്റൺ റോഡ്, കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക്, സ്ട്രെയിനർ, സെക്ഷൻ പൈപ്പ്, സെക്ഷൻ വാൽവ്, ഡെലിവറി വാൽവ് ആൻഡ് ഡെലിവറി പൈപ്പ്. ഈ 10 പാർട്ടാണ് ഇതെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് പറയുന്നത്. ചില പാർട്സ് ഒക്കെ നിങ്ങൾ ഓൾറെഡി ഫെമിലിയർ ആണ്. എങ്ങനെ ഇരിക്കും എന്താണ് സംഭവമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ ഇതാണ് അതിന്റെ സ്കീമാറ്റിക് ഡയഗ്രാം എന്ന് പറയുന്നത്. സോ സ്കീമാറ്റിക് ഡയഗ്രാം എന്ന് പറയുന്ന സമയത്ത് ഇവിടെ നോക്കിക്കേടാ, ഇതാണ് സംഭവം എന്ന് പറയുമ്പോൾ സംഭവം വേറെ ഒന്നല്ല. അതായത് എന്താ ഇപ്പോ ഒരു കുളത്തിൽ നിന്ന് എന്തെടുക്കണം? വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യണം? മുകളിലോട്ട് ടാങ്കിലോട്ട് പമ്പ് ചെയ്യണം. അല്ലെങ്കിൽ കിണറിൽ നിന്ന് വെള്ളം എടുത്ത് ടാങ്കിലോട്ട് പമ്പ് ചെയ്യണം വെച്ചോ. കിണറിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ടാങ്കിലോട്ട് പമ്പ് ചെയ്യണം. അതാണ് ആക്ച്വലി ഈ സമ്പ് എന്ന് പറയുന്നത്. ആക്ച്വലി അതാ ആ വെള്ളം കിടക്കുന്ന സ്ഥലവാ. അവിടെ എന്തുണ്ട്? ഈ ഒരു പൈപ്പ് ഉണ്ട്. ദിസ് പൈപ്പ് ഈസ് കോൾഡ് ആസ് സക്ഷൻ പൈപ്പ് എന്ന് പറയും. എന്ത് പറയും? സക്ഷൻ പൈപ്പ് എന്ന് പറയും. ഇനി സക്ഷൻ പൈപ്പിൽ നിന്നും അടുത്ത ഈ പറയുന്ന പിസ്റ്റൺ സിലിണ്ടർ ഇതിലോട്ട് കയറുന്നതിന് മുമ്പ് ഇവിടെ ഒരു വാൽവ് ഉണ്ട്. ആ വാൽവ് നമ്മൾ പറഞ്ഞ പേരാണ് സക്ഷൻ വാൽവ് എന്ന് പറയും. സോ സക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് വെള്ളം എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് പോകുന്നു. മനസ്സിലായോ? സക്ക് സമയത്ത് വെള്ളം ഈ സക്ഷൻ വാൽവ് വഴി അകത്തോട്ട് പോകും. എന്നിട്ട് ഇത് എന്ത് ചെയ്യും? ഇത് ഈ പറയുന്ന സിലിണ്ടറിന്റെ അകത്ത് ഇതാണ് പിസ്റ്റൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് പിസ്റ്റൺ റോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. കണ്ടോ? ഇതെന്ന് പറയാം ഇവിടെയും ഇങ്ങോട്ടും മൂവ് ചെയ്യും. അപ്പോ ഇത് ഈ പിസ്റ്റൺ ബാക്കിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് സക്ഷൻ സ്ട്രോക്ക് ആണ്. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യുന്നു? ഈ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് കയറുന്നു. കയറിയ ശേഷം ഈ വാൽവ് ക്ലോസ് ആവുമല്ലോ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഫ്ലൂയിഡിനെ ഇങ്ങനെ മുകളിലോട്ട് അടിക്കും.
അപ്പോൾ ഈ പറയുന്ന വാൽവ് ഉണ്ട് ഇവിടെ, ഇത് ഡെലിവറി വാൽവ് ആണ്. ഈ പൈപ്പിന് പറഞ്ഞ പേര് ഡെലിവറി പൈപ്പ് എന്ന് പറയും. ഓക്കെ, ഈ ഇതാ എന്ത് ചെയ്യുന്നു, ഇതിനെ ഈ വെള്ളത്തിനെ എന്ത് ചെയ്യുന്നു, മുകളിലോട്ട് അടിച്ചു കയറ്റും. ഇവിടുന്ന് വലിക്കുന്നു, ഇവിടുന്ന് അടിക്കുന്നു, വലിക്കുന്നു അടിക്കുന്നു, വലിക്കുന്നു അടിക്കുന്നു, വലിക്കുന്നു അടിക്കുന്നു. വലിക്കും അടിക്കും അതല്ല, വെള്ളത്തിനെ വലിക്കുന്നു മുകളിലോട്ട് അടിക്കുന്നു, അതാട്ടോ ഉദ്ദേശിച്ചത്. ഈ വലിയും അടിയും മാറിപ്പോല്ലേ. ഓക്കെ, അപ്പൊ വെള്ളത്തിനെ ഇവിടെ സമ്പിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കും. ഈ പറയുന്ന സെക്ഷൻ വാൽവ് വഴി ഇതാ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് വന്ന ശേഷം ഈ പിസ്റ്റൺ എന്ത് ചെയ്യുന്നു, ഡെലിവറി പൈപ്പ് വഴി മുകളിലോട്ട് അടിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ പിസ്റ്റന്റെ മൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ക്രാങ്കും കണക്റ്റിംഗ് റോഡൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. റെഡി അല്ലേ? ഓക്കെ, അപ്പോ ഈ പറയുന്ന പിസ്റ്റൺ അങ്ങോട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, ക്രാങ്കും കണക്റ്റിംഗ് റോഡ് എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു. ക്ലിയർ ആണോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫിഗർ അല്ലേടാ. ഓക്കെ, സോ ഇത് തന്നെയാണ് ഞാൻ ഇവിടെ ഓൾറെഡി ബൈ വേർഡ്സ് എഴുതിയിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഞാനത് ഒരിക്കലും അത് ഓരോന്നായിട്ട് വായിച്ചു പറഞ്ഞു തരാം. ഇവിടെ നോക്കിക്കേടാ, മൂവ്മെന്റ് ഓഫ് പിസ്റ്റൺ ടുവേർഡ്സ് റൈറ്റ് ക്രിയേറ്റ്സ് എ വാക്വം ഇൻസൈഡ് ദി സിലിണ്ടർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഫോഴ്സസ് ദ ലിക്വിഡ് അപ്പ് ത്രൂ ദ സക്ഷൻ പൈപ്പ് ഇൻ ടു ദി സിലിണ്ടർ. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഈ പിസ്റ്റൺ എന്ന് പറയുന്ന ബാക്കിലോട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യും, സിലിണ്ടറിൽ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യും. വാക്വം ക്രിയേറ്റ്സ് വാക്വം ഇൻസൈഡ് ദ സിലിണ്ടർ. ആ സമയത്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഫോഴ്സസ് ദ ലിക്വിഡ് അപ്പ് ത്രൂ ദ സക്ഷൻ പൈപ്പ്. അപ്പൊ ഇവിടെ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യുന്നത് കാരണം തന്നെ ഈ സക്ഷൻ പൈപ്പ് വഴി എന്ത് ചെയ്യുന്നു, വെള്ളം അകത്തോട്ട് വരും. ക്ലിയർ ആണോ? The atmospheric pressure forces the liquid up through the suction pipe into the cylinder. Clear അല്ലേടാ? ക്ലിയർ അല്ലേ? ഈ ഫിഗർ ജസ്റ്റ് ഓർത്ത് വെക്കുക, ഫിഗർ വെച്ച് കണക്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഈ ഫിഗർ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഫിഗർ ഒന്നല്ലോ. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് വെറുതെ കഥ എഴുതിയാൽ മാത്രം പോരാ, ഫിഗേഴ്സ് ഒക്കെ നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ഫിഗർ വരച്ച ശേഷം മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുക, അതാണ് ബെസ്റ്റ് വേ. ഓക്കെ, ഫിഗർ വരയ്ക്കുക, എക്സ്പ്ലെയിൻ ചെയ്യുക, ഫിഗർ വരയ്ക്കുക, എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ ഫിഗർ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് സുഖമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ ഫിഗർ മാത്രം പഠിച്ചത് ഞാൻ പഠിച്ചെങ്ങനെ കേട്ടോ, ഞാൻ ആക്ച്വലി എഞ്ചിനീയറിംഗ് പഠിച്ച എങ്ങനെയാ, ഞാൻ ആക്ച്വലി എന്റെ വർക്കിംഗ് ഒക്കെ ഞാൻ ഫിഗർ നോക്കി പഠിച്ചു വെക്കും. അതൊരു ആനിമേഷൻ പോലെ എന്റെ മനസ്സിൽ രജിസ്റ്റർ ചെയ്ത് വെക്കും. ആലോചിക്കുക, വെള്ളം ഇങ്ങനെ സെക്ക് ചെയ്യുന്നു, അവിടെ വാക്യൂം ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അപ്പൊ പിസ്റ്റൺ വരുന്ന സമയത്ത് ഡെലിവർ ചെയ്യുന്നു. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് ഒരു ആനിമേഷൻ പോലെ മനസ്സിൽ ഓർത്ത് വെക്കുക. ഓക്കെ, ഇതൊരു 2D ഫിഗർ ആണ്, ഒരു ആനിമേഷൻ പോലെ മനസ്സിൽ ഓർത്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനെ സ്വന്തം വേർഡ്സിൽ എഴുതാൻ ശ്രമിക്കുക. പക്ഷെ ടേംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പറയുന്ന ടേംസ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് അതിൽ വന്നിരിക്കണം. കാരണം ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്യുന്നു, ഈ ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഫോഴ്സസ് ദ ലിക്വിഡ് അപ്പ് ത്രൂ ദ സക്ഷൻ പൈപ്പ് ഇൻ ടു ദ സിലിണ്ടർ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതണം. ഡ്യൂറിംഗ് ദ മൂവ്മെന്റ് ഓഫ് പിസ്റ്റൺ ടുവേർഡ്സ് ലെഫ്റ്റ് ലിക്വിഡ് ഇസ് പുഷ്ഡ് ഇൻ ടു ദ ഡെലിവറി പൈപ്പ്. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്, റൈറ്റിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു, വാക്യൂം ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെ. ലെഫ്റ്റിലോട്ട് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഫ്ലൂയിഡിനെ എന്ത് ചെയ്യുന്നു, പുഷ് ചെയ്യുന്നു. ഫ്ലൂയിഡ് ഉണ്ടാവുമല്ലോ, ഈ ഫ്ലൂയിഡിനെ പുഷ് ചെയ്യുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഡ്യൂറിംഗ് ദ മൂവ്മെന്റ് ഓഫ് പിസ്റ്റൺ ടുവേർഡ്സ് ലെഫ്റ്റ് ലിക്വിഡ് ഇസ് പുഷ്ഡ് ഇൻ ടു ദ ഡെലിവറി പൈപ്പ്. ഈ വാൽവ്, ഈ അണ്ണം ക്ലോസ് ആവും, എന്നിട്ട് ഈ അണ്ണം തുറക്കും. അപ്പൊ ഇതുവഴി എന്ത് ചെയ്യുന്നു, പോകുന്നു ഡെലിവറി പൈപ്പ്. The suction and delivery pipes are provided with non-return valves. These non-return valves are one-way valves, ensure unidirectional flow of liquid. Okay, ready? Thus, the suction valve allows the liquid only to enter the cylinder and prevents the flow of liquid from the cylinder to the suction pipe. Okay, അപ്പോൾ സെക്ഷൻ വാൽവ് എന്തിനാ യൂസ് ചെയ്യുന്നത്? സെക്ഷൻ വാൽവ് വഴി നമ്മുടെ വെള്ളം സമ്പിൽ നിന്നും പമ്പിലോട്ട് കയറുന്നു. പക്ഷേ ഈ വെള്ളം എന്ത് ചെയ്യില്ല, വെള്ളം എന്ന് പറയുന്നത് സെക്ഷൻ പൈപ്പ് വഴി തിരിച്ച് താഴോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ സെക്ഷൻ വാൽവ് എന്ന് പറയുന്നത്. സെക്ഷൻ വാൽവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വാൽവ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ ഇങ്ങനെ അടിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ഇതുവഴിയും പോകാം, ഇതുവഴിയും പോകാം. നിങ്ങൾ ആലോചിക്കുകയെ, ഇതുവഴി വലിക്കുന്ന വെള്ളം, സക്ക് ചെയ്യുന്ന വെള്ളം. ഈ വാൽവ് ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് പോകുന്ന സമയത്ത് പുഷ് ചെയ്ത് രണ്ട് രീതിയിലും പോയേനെ. നിങ്ങൾ ആലോചിക്കുക, കഷ്ടപ്പെട്ട് വെള്ളം വലിച്ചു കയറ്റിയ ശേഷം ഇങ്ങോട്ട് തിരിച്ചു വിടുന്ന അവസ്ഥ ആലോചിക്കുക, അത് മോശമല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങനെ താഴെ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യും? നമ്മുടെ സക്ഷൻ വാൽവ് ഹെൽപ്പ് ചെയ്യും. ക്ലിയർ ആണോ? ക്ലിയർ ആണോടാ മക്കളെ? ഓക്കെ അല്ലേ?
Then similarly the delivery valve എന്ത് ചെയ്യുന്നു? Delivery valve allows the liquid only to discharge from the cylinder and prevents the flow of liquid from the delivery pipe to the cylinder. അതായത് ഈ പറഞ്ഞ ഡെലിവറി വാൽവ് എന്ത് ചെയ്യുന്നു? ഈ ഡെലിവറി പൈപ്പ് ഈ വെള്ളത്തിനെ ഡെലിവറി പൈപ്പിലൂടെ അടിച്ചു കയറ്റും. അപ്പൊ ഈ വാൽവ് ഉള്ളത് കാരണം എന്ത് ചെയ്യില്ല? വെള്ളം തിരിച്ചിറങ്ങില്ല. അല്ലെങ്കിൽ വാൽവ് ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുന്നേ? പോയ വെള്ളം അതേപോലെ തിരിച്ചു വന്നേനെ. മനസ്സിലാവുന്നുണ്ടാ? അതാണ് പറയുന്നത്. During the movement of piston inside cylinder is obtained by connecting the piston rod to a crank by means of connecting rod. The crank is rotated using an electric motor. Electric motor യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കറക്കുന്നത്, ക്രാങ്ക് കറക്കുന്നത്. ക്രാങ്ക് കറക്കുന്നത് കാരണമാണ് കണക്റ്റിംഗ് റോഡ് വഴി ആരെ കണക്ട് ചെയ്തിരിക്കുന്നത്? പിസ്റ്റൺ കണക്ട് ചെയ്തിരിക്കുന്നത്. പിസ്റ്റൺ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ മൂവ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? Thus, when the crank rotates, the piston reciprocates inside the cylinder, alternately filling and emptying the cylinder. വെള്ളത്തിനെ സക്ക് ചെയ്യുന്നു. വെള്ളത്തിനെ സക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അതിനെ വെള്ളത്തിൽ സക്ക് ചെയ്ത് ഫില്ല് ചെയ്യുന്നു. ഫില്ല് ചെയ്ത ശേഷം എന്ത് ചെയ്യുന്നു? വെള്ളത്തിനെ പമ്പ് ചെയ്ത് കയറ്റി അതിനെ എംറ്റി ആക്കുന്നു. സക്ക് ചെയ്യുന്നു, എംറ്റി ആക്കുന്നു, സക്ക് ചെയ്യുന്നു, എംറ്റി ആക്കുന്നു, സക്ക് ചെയ്യുന്നു, എംറ്റി ആക്കുന്നു. ഇതാണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. വെള്ളം വരുന്നു, പോകുന്നു, വെള്ളം വരുന്നു, പോകുന്നു, വെള്ളം വരുന്നു, പോകുന്നു, വെള്ളം വരുന്നു, പോകുന്നു. ഇതാണ് നടക്കുന്നത്. ക്ലിയർ അല്ലേ? റെഡി? The volume of liquid delivered is constant regardless of pressure and is varied only due to the change of speed of rotation of the crank. അപ്പോൾ ഇവിടുത്തെ ലിക്വിഡിന്റെ വോളിയം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. അവിടെ പ്രഷറുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല കേട്ടോ. പ്രഷറുമായിട്ട് കണക്ഷൻ ഇല്ല. ആക്ച്വലി കോൺസ്റ്റന്റ് ഡെലിവറി നടന്നുകൊണ്ടേയിരിക്കും. കോൺസ്റ്റന്റ് വോളിയം ഓഫ് ലിക്വിഡ് എന്ത് ചെയ്യും? ഡെലിവറി ചെയ്തുകൊണ്ടേയിരിക്കും. അവിടെ പ്രഷർ എന്ന് പറയുന്നത് എന്താ ഒരു വലിയൊരു ഫാക്ടർ അല്ല. പക്ഷേ ഇത് എങ്ങനെ വേരി ചെയ്യാം? യെസ്, ചേഞ്ച് ഓഫ് സ്പീഡ് ഓഫ് റൊട്ടേഷൻ. ആലോചിച്ച് നോക്ക്, ഇങ്ങനെ നമ്മുടെ മോട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ മോട്ടർ ഇങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വെള്ളം കയറുമോ? ആലോചിച്ച് നോക്ക്. അത്ര പ്രഷറിൽ വന്ന് ഇടിച്ചാലല്ലേ ഇത് ഡെലിവറി പൈപ്പ് വഴി മോളിൽ കയറത്തുള്ളൂ. അല്ലെ, അത്രയും പ്രഷറിൽ സക്ക് ചെയ്താലല്ലേ വെള്ളം വന്നിട്ട് പ്രഷറിൽ വരുന്ന സമയത്ത് ഡെലിവറി പൈപ്പിൽ കൂടെ മോളിൽ പോകത്തുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പൊ സ്പീഡിൽ ഇങ്ങനെ വരുന്നതിന് പകരം ഇങ്ങനെ പതുക്കെ അനങ്ങി ഒരുമാതിരി വയ്യേന്ന് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വെള്ളം സക്കായി അകത്ത് വരത്തുമില്ല. ഇനി വന്നാൽ തന്നെ അത് മുകളിൽ എത്തത്തുമില്ല. ഇതുവരെ പോയിട്ട് തിരിച്ചു വരും. അല്ലെ? അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് ഒരു വലിയ ഫാക്ടറാണ്. മനസ്സിലാണോ? പ്രഷർ എന്ന് പറയുന്നത് എന്തല്ല വലിയൊരു എന്താ പറയാ ഒരു ഫാക്ടർ അല്ല. പക്ഷേ സ്പീഡ് എന്ന് പറയുന്നത്, നമ്മുടെ മോട്ടറിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ഫാക്ടറാണ്. ഓക്കെ, a strainer is provided at the end of suction pipe in order to keep leaves, wooden pieces and other rubbish away from the pump. അതായത് ഇവിടെ എന്ത് ചെയ്യും? ഒരു സ്ട്രെയിനർ എന്ന് പറയുന്ന ഈ സാധനം യൂസ് ചെയ്യും അറ്റ് ദ എൻഡ് ഓഫ് സെക്ഷൻ പൈപ്പ്. അതായത് ഈ പറയുന്ന സെക്ഷൻ പൈപ്പിന്റെ എൻഡിങ്ങിൽ ഒരു സ്ട്രെയിനർ എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യും. എന്താണോ സ്ട്രെയിനർ? നിങ്ങൾ ആലോചിക്കുക, ഒരു കിണറിൽ നിന്നോ അല്ലെങ്കിൽ കുളത്തിൽ നിന്നോ വെള്ളം എടുക്കുന്ന സമയത്ത് അതിൽ എന്തൊക്കെ ഉണ്ടാകും? ഇലകൾ ഉണ്ടാകും, മീൻ ഉണ്ടാകും, പിന്നെ എന്തെങ്കിലും ചവറക്കൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ സാധനങ്ങളൊക്കെ വല്ല മോട്ടറിൽ കയറി കഴിഞ്ഞാൽ മോട്ടർ ചിലപ്പോൾ മോട്ടർ സ്റ്റക്കായി പോകാൻ സാധ്യത കൂടുതലാ. അല്ലെ? നിങ്ങൾ ആലോചിച്ച് ഒരു പ്ലാസ്റ്റിക് പീസിന്റെ കവർ എന്ന് പറയുന്നത്, പ്ലാസ്റ്റിക് കവറിന്റെ പീസ് മാറിപ്പോയത്, പ്ലാസ്റ്റിക് പീസിന്റെ കവർ എന്നായി പോയി. പ്ലാസ്റ്റിക് കവറിന്റെ പീസ് എന്ന് പറയുന്നത് മോട്ടറിൽ ഇങ്ങനെ സക്ക് ചെയ്യുന്ന സമയത്ത് കയറി വന്നിട്ട് തിരിച്ച് വരാൻ പറ്റില്ല. ചില പ്ലാസ്റ്റിക് പീസ് സ്റ്റക്കായി പോകും. അപ്പൊ അങ്ങനത്തെ സാമഗ്രികളൊന്നും മോട്ടറിനകത്ത് കയറാൻ പാടില്ല, മുകളിൽ ടാങ്കിലും കയറാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഒരു സ്ട്രെയിനർ വെച്ചിരിക്കും. ഈ സ്ട്രെയിനർ എന്തിനാ യൂസ് ചെയ്യുന്നത്? എന്തിനാ പ്രൊവൈഡ് ചെയ്യുന്നത്? To end the suction pipe a strain is provided at the end of suction pipe in order to keep leaves, wooden pieces and other rubbish away from the pump. Clear ആണോ? റെഡി അല്ലേ? മനസ്സിലായോടാ? മനസ്സിലായോ? സോ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? നമ്മളിത് പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് റിവൈസ് ചെയ്താലോ? ഓക്കെ, സൈക്രോമെട്രി എന്താന്ന് പഠിച്ചു. സൈക്രോമെട്രിക് പ്രോപ്പർട്ടീസ് ഇതല്ലടാ, ഒരുപാട് സൈക്രോമെട്രിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് പഠിക്കാനുള്ള പ്രോപ്പർട്ടീസ് ആണ് തന്നിരിക്കുന്നത്. വെരി വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് മക്കളെ. ഇത് പഠിക്കാണ്ട് പോകരുത്. നിങ്ങൾ സീരീസ് എക്സാം ഒക്കെ വരുമല്ലേ, പഠിക്കാണ്ട് പോകരുത്, ചോദിക്കും. ഓക്കെ, അപ്പോൾ ഈ സൈക്രോമെട്രിക് പ്രോപ്പർട്ടീസിൽ ആ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി റേഷ്യോ അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി റേഷ്യോ എന്താണ് നിങ്ങൾ പഠിച്ചിരിക്കണം. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്താണ് പഠിച്ചിരിക്കുക. കൂടാതെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, വെറ്റ് ബൾബ് ടെമ്പറേച്ചറും പഠിച്ചിരിക്കുക. ഓക്കെ, ദെൻ അത് കഴിഞ്ഞാൽ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ പഠിച്ചിരിക്കുക. ഇത് ഉറപ്പായിട്ടും ചോദിക്കും കേട്ടോ. പിന്നെ കൂളിംഗ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അതുപോലെ ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു. അതേപോലെ നമ്മുടെ വീട്ടിൻ്റെ അകത്തുള്ള AC, അതായത് യൂണിറ്റ് എയർ കണ്ടീഷണർ എന്താണ്
Okay. Unit air conditioner അല്ലെങ്കിൽ വിൻഡോ എയർ കണ്ടീഷണർ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ സ്പ്ലിറ്റ് AC എന്നൊക്കെ പറയാം, സ്പ്ലിറ്റ് എയർ കണ്ടീഷണർ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, കാരണം എന്താ, സ്പ്ലിറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഔട്ട്ഡോർ യൂണിറ്റും ഇൻഡോർ യൂണിറ്റും സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് സ്പ്ലിറ്റ് AC എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ദെൻ സെൻട്രലൈസ്ഡ് AC അല്ലെ, സെൻട്രൽ എയർ കണ്ടീഷണർ പഠിച്ചു. Then reciprocating pump നമ്മൾ പഠിച്ചു, അടിപൊളിയായിട്ട് പഠിച്ചു. യെസ്, അതിന്റെ പാർട്സ് ഒക്കെ പഠിച്ചു, അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആൻഡ് സ്കീമാറ്റിക് ഡയഗ്രാം പഠിച്ചു. Then ബാക്കി കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ? സോ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. നിങ്ങൾക്ക് ആവശ്യത്തിലധികമുള്ള നോട്ട് ഇതിലുണ്ട്. സോ കാര്യം മനസ്സിലാക്കിയ ശേഷം വിത്ത് ഫിഗർ നിങ്ങൾ വളരെ നീറ്റായിട്ട് നിങ്ങളുടെ ആൻസർ ഷീറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, സോ നന്നായിട്ട് പഠിക്കണം മക്കളെ. ഓക്കെ, സോ നമുക്ക് ഇനി ഒരു 2 പാർട്ട്, ആക്ച്വലി ഇനി ഒരു ഒറ്റ പാർട്ട് തീർക്കാന്നുള്ളേ ഉള്ളൂ, പക്ഷെ എന്നാലും നമുക്ക് 2 പാർട്ട് തീർക്കാം, കുറച്ച് പഠിച്ചാൽ മതി. അപ്പൊ 2 പാർട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 2 തീർക്കാം. നമുക്ക് മൊത്തം ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 3 മൊഡ്യൂളാണ് ഉള്ളത്. 1 തീർത്തു, 2ാമത് ഇതാന്ന് പറഞ്ഞ് തീരും, ഇപ്പൊ തീരും. പിന്നെ ഒറ്റ മൊഡ്യൂളുള്ളൂ, ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പക്കയായി. ഓക്കെ, സോ ഡിയർ സ്റ്റുഡൻസ്, thank you so much guys. Thank you guys. ഓക്കെ, സോ നന്നായിട്ട് പഠിക്കുക. ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഇന്ന് തന്നെ പഠിക്കുക. നാളെ വൈകുന്നേരം കൃത്യം 6:30 മണിക്ക് നമ്മുടെ ക്ലാസ് ഉണ്ട്. സോ മാക്സിമം പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ തന്നെ ഞാൻ എന്ത് ചെയ്യും, ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളൊക്കെ ടെലഗ്രാം ജോയിൻ ചെയ്യുക, ലൈക്ക് ചെയ്യാത്ത കുട്ടികളൊക്കെ എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് മാക്സിമം എന്ത് ചെയ്യണം, നമ്മുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കണം. കൂടാതെ നമുക്ക് നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഇപ്പൊ തന്നെ എന്ത് ചെയ്യും, ഈ സ്ലൈഡ്സ് നമ്മൾ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. കൂടാതെ നാളെ വൈകുന്നേരം കൃത്യം 6:30 മണിക്ക് നമുക്ക് ക്ലാസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഉണ്ടാവുക കേട്ടോ. 6:30 മണിക്കും ഉണ്ട്, 8:30 മണിക്കും ഉണ്ട്. ഫിസിക്സും ഉണ്ട്, ഗ്രാഫിക്സും ഉണ്ട് കേട്ടോ. ഗ്രാഫിക്സിന്റെ ഫസ്റ്റ് മൊഡ്യൂളിന്റെ ബാക്കി പഠിക്കണ്ടേ? ഓക്കെ, അപ്പൊ ഫിസിക്സും ഉണ്ട്, ഗ്രാഫിക്സും ഉണ്ട്, നന്നായിട്ട് പഠിക്കണം. സോ നിങ്ങൾ എല്ലാവരും വരിക. ഓക്കെ, ഫിസിക്സിന്റെ സെക്കൻഡ് മൊഡ്യൂളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഫിസിക്സ് ആരൊക്കെ നിങ്ങൾ വരണം. സോ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, സോ ക്ലാസ് കഴിഞ്ഞ ശേഷം ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ കമന്റ് എന്ത് ചെയ്യുക, ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക. ഓക്കെ, വീഡിയോ ലൈക്ക് ചെയ്യാത്ത കുട്ടികൾ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക എന്ന് ഒരിക്കലും ഓർമ്മിപ്പിക്കുന്നു. സോ മക്കളെ, നാളെ വൈകുന്നേരം കൃത്യം 6:30 മണിക്ക് കാണാം. അതുവരെ ബൈ ബൈ.